അമ്മേ പരിശുദ്ധമേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങയ്ക്ക് ഭൗമ സംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണ വഴി ഇടയാക്കണമേ. പരിശുദ്ധമ്മേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. എൻ്റെ കർത്താവിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. എൻ്റെ കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. എൻ്റെ കർത്താവേ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. കർത്താവേ, ഓരോ മനുഷ്യരും സാക്ഷ്യം പറയുമ്പോൾ വല്ലാത്ത അഭിഷേകം തോന്നിപ്പോകും. കർത്താവേ, അന്ന് ഡെയിലി ബ്രെഡിൽ പങ്കെടുത്ത് അച്ഛൻ ഇങ്ങനെ പറഞ്ഞപ്പോൾ കർത്താവ് എന്നോട് അച്ഛനിലൂടെ സംസാരിച്ചു, ഞാൻ ആ തീരുമാനം എടുത്തെന്നൊക്കെ പറയുമ്പോൾ ദൈവം എത്രയോ മനുഷ്യരെയാണ് ഈ ഡെയിലി ബ്രെഡിലൂടെ നീ നേരിട്ട് സംവദിച്ചു കൊണ്ടിരിക്കുന്നത്. അതിനെല്ലാം അങ്ങേക്ക് നന്ദി പറയുന്നു. കർത്താവ്, ജീവിതത്തിന് ഒരു മേൽഗതി ഉണ്ടാകണം, ജീവിതത്തിനൊരു തീരുമാനമെടുക്കാൻ സാധിക്കണം എന്നൊക്കെ സന്നിഗ്ധമായ അവസ്ഥയിൽ വ്യക്തമായൊരു തീരുമാനമെടുക്കാൻ ഇപ്പോൾ കർത്താവിൻ്റെ ശക്തി നിന്നിൽ പ്രവർത്തിക്കട്ടെ. കർത്താവ്, ജോലിയില്ലാത്തവരെ, വിസ പുതുക്കലിനെ കൊടുത്തിട്ട് കിട്ടാത്തവരെ, നാട് വിട്ടു പോകേണ്ടി വരുമെന്ന് ഓർത്ത് വിഷമിക്കുന്നവരെ, വീട് വിട്ടു പോകേണ്ടി വരുമെന്ന് ഓർത്ത് വേദനിക്കുന്ന വാടകക്കാരും, അതുപോലെ തന്നെ വീടില്ലാത്തവരും,
അവരുടെ വിവാഹത്തിന് പിരിഞ്ഞു താമസിക്കുന്നവരും ഓരോരോ നേട്ടത്തിന് വേണ്ടി ജീവിത പങ്കാളി ഉപേക്ഷിച്ചും മക്കളെയും കൊണ്ട് ഓടിയിരിക്കുന്നവരും അവരെല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, പല പല കാര്യങ്ങൾ കൊണ്ട് കുടുംബജീവിതം ഛിദ്രമായിരിക്കുന്നവരെ അങ്ങ് ഏറ്റെടുക്കുന്നത് പ്രാർത്ഥിക്കുന്നു. അവർക്കെല്ലാം എല്ലാത്തിനെയും അതിജീവിക്കാനുള്ള കൃപയും എല്ലാതും അതിജീവിക്കാനുള്ള ആത്മധൈര്യവും നൽകി ആ ശക്തി അവരെ അനുഗ്രഹിക്കണമേ. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ, സഭയുടെ അധികാരത്തിൽ, കുരിശിൻ്റെ അടയാളത്തിൽ മാർഗരോഗങ്ങളും തീരാവേദികളും ജീവദുരിതങ്ങളും യേശുക്രിസ്തു നീങ്ങിപ്പോട്ടെ. ലോർഡ് ഇൻഫ്യൂസ് ഹിസ് സ്പിരിറ്റ് ഓഫ് പവർ ആൻഡ് ഗ്രേസ്. ഇന്ന് ഒരു ചേച്ചി ഒരു സാക്ഷ്യം പറഞ്ഞ, എൻ്റെ മകൻ അവൻ്റെ ഉദ്യോഗമാണ്, ലോകത്ത് 4ാമത്തെ റാങ്കാണ് ആ വിഷയത്തിന്. അപ്പം എന്നിട്ട് അവർ പറയണത് എല്ലാം തീർന്നെന്ന് വിചാരിച്ചതാണ്. പക്ഷെ ഞാൻ എൻ്റെ മകൻ മാതാവിൻ്റെ മുഖത്ത് നോക്കി 4 ജപമാല ചെല്ലുന്നതാണ് എനിക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം തരുന്നത്. ഇവർ 4ാം സ്ഥാനത്താണ് അവരുടെ സബ്ജക്റ്റിൽ അവൻ പാസ്സായിരിക്കണം ഇൻ്റർനാഷണൽ യൂണിവേഴ്സിറ്റിയിൽ. അമ്മ പറയണത് അവൻ 4 കൊന്ത ചെല്ലണത് കാണുന്നതാണ് എനിക്ക് അതിനേക്കാൾ സന്തോഷം നൽകുന്നതാണ്. അതൊക്കെ അവർ പറയുമ്പോൾ അവർ ചങ്ക് പറിച്ചാൽ പറയണത്, അല്ല വെറുതെ ഭംഗി വാക്ക് പറയണതല്ല. അതായത് ഇന്നത്തെ കാലത്ത് എനിക്ക് മനസ്സിലായതേ, ഉള്ളവന് ശരിക്കും ഉണ്ട് ആധ്യാത്മികത. അതാണ് എനിക്ക് മനസ്സിലായത്. ഇല്ലാത്തവൻ എല്ലാവരും കെട്ട മനുഷ്യനാണെന്നുള്ള ചിന്തയിൽ അവനുള്ളതുകൂടി കളഞ്ഞുകൊണ്ടിരിക്കുകയും അങ്ങനെ ഒരു ചതി വരുന്നുണ്ട്. ആധ്യാത്മികത ഇല്ലാത്തവൻ എല്ലാവരും കെട്ട മനുഷ്യരാണെന്ന് സ്വയം പ്രഖ്യാപിച്ചുകൊണ്ട് അവൻ്റെ ഉള്ളത് കൂടി ഇല്ലാതിക്കൊണ്ടിരിക്കണം. പക്ഷെ അതിൻ്റെ ഉള്ളിലൂടെ ഇങ്ങനെ അടിയൊഴുക്കുകൾ ശരിക്കും നടക്കുന്നുണ്ട്. ദൈവത്തെ കണ്ടെത്തുക എന്നുള്ള കാര്യങ്ങൾ വളരെ ചുരുങ്ങിയിട്ടുണ്ട്. പല വ്യക്തികളിൽ നിന്നും നമുക്ക് തെളിച്ചം വെച്ചിരിക്കുന്നത്, തെളിമയായിട്ട് കാണുന്നത് ലോകം നശിച്ചു, എല്ലാം പാപമാണ്, പാപപങ്കിലമാണ്, പാപത്തെ ഒഴിവാക്കി ജീവിക്കാൻ പറ്റത്തില്ല, അതുകൊണ്ട് അവർ ചെയ്യുന്നതുകൊണ്ട് ഞാനും ചെയ്യുന്നു. അങ്ങനെയാണ് ആൾക്കാർ കോംപ്രമൈസ് ചെയ്യുന്നത് പാപത്തോടെ. അവർ ചെയ്യുന്നതുകൊണ്ട് ഞാനും ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ വലിയൊരു സംഭവം ഒരു തട്ടിപ്പാണ് ശരിക്കും. എന്താ കാര്യം? നിന്നെപ്പോലെ ഒരു ഫ്രോഡിനെ യഥാർത്ഥ കൃപയിൽ നിന്ന് ഒഴിവാക്കാൻ വേണ്ടി ഒരു പക്ഷേ ആധ്യാത്മിക മേഖലയിൽ ഇടപെടുമ്പോൾ നമുക്ക് മനസ്സിലാകുന്ന സത്യമാണ്, വളരെ തന്ത്രപൂർവ്വമായിട്ട് ചില ആൾക്കാരെ ഒഴിവാക്കും. എന്താ കാര്യം? അവൻ അഡ്ജസ്റ്റ്മെൻറ്റിന് ആയിട്ടാണ് ദൈവം, അതായത് കുറേ തിന്മയും കുറേ നന്മയൊക്കെ ആയിട്ട് കോംപ്രമൈസ് ചെയ്ത് പോകുന്ന ആൾക്കാരുണ്ട്. അവരോർക്കും മനുഷ്യരല്ലേ, മനുഷ്യന്മാരാകുമ്പോൾ അങ്ങനെയൊക്കെ ചെയ്യും, നമ്മൾ ആരും ദൈവമല്ലല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഓരോ തരികിട പറഞ്ഞുകൊണ്ട് ദൈവത്തിന് പണി കൊടുത്ത് ജീവിക്കുന്ന ആൾക്കാരല്ലേ. ഇത് ഫ്രോഡാണ്. അവനെ ഒഴിവാക്കാൻ വേണ്ടി ദൈവം എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ അവൻ്റെ തലയിൽ കൊടുക്കണ എല്ലാം ഇതുപോലെയുള്ള സംഭവമായിരിക്കും. എന്താണ്? ലോകം പോയി, എല്ലാവരും പാവത്തിലാണ്, നിയമം മാത്രം ഇവിടെ നല്ലപോലെ ഒരു കാര്യമൊന്നുമില്ല. ഈ സാധനം ഇതാണ് ഓരോ മനുഷ്യനും ഈ കാലങ്ങളിൽ ഉണ്ടാകുന്ന ഏറ്റവും വലിയ ഒരു ചതിക്കുഴി എന്ന് പറയുന്ന സംഭവം. അതുകൊണ്ട് ഈ കുഴിയിൽ ഒത്തിരി പേര് വീഴും. എന്നിട്ട് അവർ ദൈവത്തെ മറന്ന് ജീവിക്കും, ദൈവത്തെ ഒഴിവാക്കി ജീവിക്കും. അപ്പോൾ എന്നാ പറ്റും? ദൈവത്തിൻ്റെ ഒരു വംശമുണ്ട്, അത് ചെറിയ അജഗണമേ ഭയപ്പെടേണ്ട. ലൂക്കാ 12:32. ചെറിയ അജഗണമേ ഭയപ്പെടേണ്ട. ചെറിയ അജഗണമേ ഭയപ്പെടേണ്ട. എന്തെന്നാൽ നിങ്ങൾക്ക് രാജ്യം നൽകാൻ നിങ്ങളുടെ പിതാവ് പ്രസാദിച്ചിരിക്കുന്നു. ആൾക്കാർ ദൈവത്തിൽ നിന്ന് ദൈവത്തിലേക്കൊക്കെ വരുന്നതും ഒക്കെ എല്ലാം ഈ അനുഗ്രഹത്തിൻ്റെ ബേസിലാണ് വരണത്. ഈ ജീവിതത്തിന് വേണ്ടി എന്തെങ്കിലുമൊക്കെ ദൈവത്തിൽ നിന്ന് നമ്മുടെ പരാധീനതകൾക്ക് ഒരു പോരായ്മക്ക് പരിഹാരം കണ്ട് എത്തുക എന്നുള്ളതല്ലാതെ അതിൽ കവിഞ്ഞ് ഒരു അജണ്ട ആർക്കും ഇല്ല. അതുകൊണ്ടാണ് നമ്മുടെ പ്രാർത്ഥനാ ജീവിതം എല്ലാം ആ രീതിയിലാണ് നമ്മൾ ക്രമീകരിക്കണം. എന്തിനാണ് പ്രാർത്ഥിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പം ശരി പറയും, ഞങ്ങൾക്ക് പ്രാർത്ഥിക്കേണ്ട കാര്യമൊന്നുമില്ല, എന്താ ഞങ്ങൾക്ക് പ്രത്യേകിച്ച് ആവശ്യമൊന്നുമില്ലെന്ന് പറഞ്ഞ ആൾക്കാർ. എന്തൊരു നോൺസെൻസാണ് ശരിക്കും പറഞ്ഞാൽ. പ്രാർത്ഥിക്കണേ എന്തിനാണ്? പ്രാർത്ഥിക്കുന്ന ഒറ്റ കാര്യത്തിന് വേണ്ടിയാണ്. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ. അപ്പം പ്രാർത്ഥനയുടെ ലക്ഷ്യം എന്താ? അനുഗ്രഹമല്ല, ഫിസിക്കൽ ഫേവേഴ്സ് അല്ല, അത് യൂസ് ആൻഡ് ത്രോ ആണ്. പിന്നെന്താണ്? അങ്ങയുടെ രാജ്യം വരണമേ.
അങ്ങയുടെ രാജ്യം വന്നാൽ പിന്നെ എന്താ പ്രശ്നത്തെ അത് പിന്നെ പോകത്തില്ല. നമ്മളെല്ലാവരും ധരിച്ചിരിക്കണം ഈ ഭൂമിയിൽ ദൈവരാജ്യം എന്ന് പറയുന്ന ദൈവത്തിൻ്റെ ഭരണം, ദൈവത്തിൻ്റെ ഇഷ്ടത്തോട് നമ്മുടെ ഇഷ്ടം ചേർത്ത് വെക്കുമ്പോൾ ദൈവത്തിൻ്റെ ഭരണമായി നമ്മുടെ ജീവിതത്തിൽ. അപ്പം നമുക്ക് ദൈവത്തിൻ്റെ ഇഷ്ടത്തോട് യാതൊരുവിധ ഒബ്ജക്ഷനുമില്ല. കാര്യം നമ്മൾ ആഗ്രഹിക്കുന്നത് ദൈവം ആഗ്രഹിക്കണതിന് നമ്മൾ ആഗ്രഹിക്കുന്നതും നമ്മൾ ആഗ്രഹിക്കണതിന് ദൈവം ആഗ്രഹിക്കുന്നത്. അങ്ങനെ ഒരു അതിനാണ് ദൈവരാജ്യം എന്ന് നമ്മൾ പറയുന്നത്. ഇതിൻ്റെ ഗുണമെന്ന് പറയുന്നത് ഈ ദൈവരാജ്യം വന്നാൽ പിന്നെ ഈ ദൈവരാജ്യത്തിലാണ് ഒരു വ്യക്തി ശരീരം ഉപേക്ഷിക്കണമെന്നുണ്ടെങ്കിൽ അവൻ ഈ ദൈവരാജ്യം കണ്ടിന്യൂ ചെയ്യും എപ്പോഴും. അപ്പം നമ്മൾ ചത്ത് കഴിഞ്ഞിട്ട് അവിടെ എന്തോ ഈ ഗാന്ധിയുടെ രാമരാജ്യമൊന്നുമല്ല നമ്മുടെ ദൈവരാജ്യം. ആ ദൈവസമാഗമത്തിൻ്റെ ദൈവത്തിൽ ആനന്ദിച്ച് സ്നേഹത്തിൽ സന്തോഷിച്ച് ദൈവത്തിൻ്റെ ആഗ്രഹത്തിനനുസരിച്ച് നമ്മുടെ ജീവിതം ക്രമീകരിച്ചുകൊണ്ട് പോകുന്ന സംഭവമാണ്. ഈ വിശുദ്ധ സ്ഥലത്ത് നിന്ന് പരിശുദ്ധ അമ്മ വഴി എനിക്ക് ലഭിച്ച അനുഗ്രഹങ്ങൾക്ക് സാക്ഷ്യം പറയാൻ, അനുഗ്രഹം ലഭിച്ചതിനെ ഓർത്ത് ഞാൻ ഈശോയ്ക്ക് ആയിരം നന്ദി പറയുന്നു. എൻ്റെ പേര് അനീറ്റ എന്നാണ്. ഞാൻ വാഴക്കാല സെൻറ്റ് ജോസഫ് പള്ളി ഇടവകയാണ്. ഇതെൻ്റെ മകനാണ് റോമൽ. ഞാൻ 28/2 അതായത് ഫെബ്രുവരി മാസം 28, 2022 ആദ്യമായി ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത്. അന്ന് മുതൽ ഇന്ന് വരെയും ഞാൻ ഉടമ്പടി പുതുക്കി ഉടമ്പടിയിൽ ജീവിക്കുന്ന വ്യക്തിയാണ്. ആദ്യമായിട്ട് ഞാൻ ഇവിടെ ഉടമ്പടി എടുക്കാൻ വന്നതിന് കാരണം എൻ്റെ മകൻ ഡിഗ്രി ലയോള കോളേജിലാണ് പഠിച്ചത്, ചെന്നൈയിൽ. BA എക്കണോമിക്സ് ആയിരുന്നു. അത് കഴിഞ്ഞ് ദൈവത്തിൻ്റെ കൃപ കൊണ്ട് ക്യാമ്പസ് റിക്രൂട്ട്മെൻറ്റിൽ തന്നെ മികച്ച ഒരു കൺസൾട്ടിങ് കമ്പനിയിൽ ജോലി ലഭിച്ചു. 2 വർഷം അവിടെ വർക്ക് ചെയ്തു. അതിനിടയ്ക്ക് അവന് ഒരു ഹയർ സ്റ്റഡീസിന് വേണ്ടിയിട്ട് ആ ജോലി റിസൈൻ ചെയ്തു. ഹയർ സ്റ്റഡീസിന് പോകാനുള്ള എൻട്രൻസ് എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്തത്. പക്ഷേ എൻട്രൻസിന് പഠിക്കാൻ തുടങ്ങിയപ്പോൾ അവന് അത് വേണ്ട എന്നുള്ള ചിന്തയായി. എക്കണോമിക്സിൻ്റെ ഹയർ സ്റ്റഡീസ് വേണ്ട എന്നുള്ള ചിന്തയായി. പിന്നെ വിദേശത്തേക്ക് പഠിക്കാൻ പോകണം എന്നുള്ള വേറൊരു കോഴ്സ് ഓപ്റ്റ് ചെയ്തു. അപ്പോൾ അതിന് UK ആകെ 3 മികച്ച യൂണിവേഴ്സിറ്റികൾ മാത്രമേ അപ്ലൈ ചെയ്തുള്ളായിരുന്നു. ഒത്തിരി യൂണിവേഴ്സിറ്റി ഒന്നും അപ്ലൈ ചെയ്തില്ല. ഇതിൽ കിട്ടുവാണെങ്കിൽ മാത്രം പോയാൽ മതി എന്നുള്ള തീരുമാനത്തിലായിരുന്നു. പക്ഷേ 2 എണ്ണത്തിൽ നിന്ന് റിജക്ഷൻ വന്നു. ഇനി ഒരു യൂണിവേഴ്സിറ്റി മാത്രമേ ബാക്കി ഉണ്ടായിരുന്നുള്ളൂ. അപ്പോഴേക്കും കോവിഡിൻ്റെ എൻഡ് ടൈമായിരുന്നു. അപ്പോൾ ഭയങ്കര ആകുലത ഉത്കണ്ഠയും ഇവൻ്റെ ഭാവിയെ ചൊല്ലി നല്ലൊരു ജോലിയാണല്ലോ റിസൈൻ ചെയ്ത് കളഞ്ഞത് എന്നുള്ള ഭയങ്കര വിഷമം എനിക്ക് വന്നു, മകനും വന്നു. അപ്പോൾ അങ്ങനെയാണ് എനിക്ക് മനസ്സിലൊരു പ്രചോദനം ഉണ്ടായത്. അതിനു മുൻപ് കൃപാസനത്തിനെ കുറിച്ച് പലരും പറയുമ്പോഴും ഞാൻ ചിന്തിക്കുന്നത് അങ്ങനെ അതിനു വേണ്ടി ഒരു കാര്യസാധ്യത്തിന് വേണ്ടി എന്തിനു പോകണം, അങ്ങനെയായിരുന്നു. അന്ന് എനിക്ക് പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും അങ്ങനെ ഉണ്ടായിരുന്നില്ല നേടാനായിട്ട് ദൈവകൃപയാൽ. ഇങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നപ്പോൾ എൻ്റെ മനസ്സിൽ നിന്ന് തന്നെ ഒരു സൺഡേ ആയിരുന്നു, ഞാനിങ്ങനെ വിഷമിച്ചിരുന്നു, എന്ത് ചെയ്യും ദൈവമേ, ഇനി ഇതിൽ നിന്നും അവന് ആപ്ലിക്കേഷൻ റിജക്റ്റ് ആയാൽ പിന്നെ അവൻ ഇനി എങ്ങനെ ഏത് ഭാഗത്തേക്ക് പോകും, എന്ത് ഫ്യൂച്ചറാണ്, പിന്നെ എന്ത് കോഴ്സ് ചെയ്യും ഒക്കെ അങ്ങനെ ഭയങ്കര ആകുലതയായിരുന്നു. മോനാണെങ്കിൽ പഠിക്കാൻ നല്ല മിടുക്കനായിരുന്നു. രാജിവെച്ച ജോലി അതിനേക്കാട്ടിലും മികച്ച ഒരു ജോലിയായിരുന്നു. ഇതൊക്കെ ആലോചിച്ച് വളരെ ഉത്കണ്ഠപ്പെട്ടപ്പോഴാണ് ഒരു സൺഡേ എൻ്റെ ഉള്ളിൽ നിന്ന് ഞാനിങ്ങനെ ഒരു ദൈവസ്വരം അതുപോലെ ഒരു പ്രചോദനം എനിക്ക് വരുവാണ്. ആരും ആ ഇടയ്ക്കൊന്നും എന്നോട് പറഞ്ഞതല്ല, നീ കൃപാസനത്തിൽ പോന്ന് ഒന്നും ആലോചിക്കാതെ ഞാൻ തിങ്കളാഴ്ച രാവിലെ ആരോടും പറയാതെ ഞാൻ തനിയാണ് കൃപാസനത്തിൽ വന്നത് ഉടമ്പടി എടുക്കാൻ. അങ്ങനെ ഞാൻ ഉടമ്പടി എടുത്തു. 1 മാസം കംപ്ലീറ്റ് ചെയ്തപ്പോഴേക്കും മകന് മികച്ച ഒരു യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഓഫർ വന്നു. അവനവിടെ പഠിക്കാൻ പോയി. മികച്ച രീതിയിൽ പഠനം കംപ്ലീറ്റ് ചെയ്തു. നമുക്കറിയാം ഇപ്പോൾ UK സ്പോൺസേഡ് വിസ കിട്ടാൻ വളരെ പ്രയാസമാണ്. പക്ഷേ പരിശുദ്ധ അമ്മയുടെ ഞാൻ എപ്പോഴും ഉടമ്പടിയിലാണ്. ഉടമ്പടി വസ്തുക്കൾ ഉപയോഗിക്കും. എല്ലാ ദിവസവും പ്രാർത്ഥിക്കുമ്പോഴും ഉടമ്പടി തൈലം ഞാനും ഭർത്താവ് ഉപയോഗിക്കും. നെറ്റിയിൽ കുരിശ് വരച്ചാണ് ഉപയോഗിക്കുന്നത്. മകന് വേണ്ടി ഞാൻ ഉടമ്പടി വസ്തുക്കൾ ഉപയോഗിക്കുമായിരുന്നു. എന്നിരുന്നാലും മകന് ഞാനിങ്ങനെ ഉടമ്പടിയിൽ നിയോഗം വെച്ചിരുന്നു, ഇത് കഴിയുമ്പോഴേക്കും അവന് നല്ലൊരു ജോലി ലഭിക്കണം പരിശുദ്ധ അമ്മയെന്ന്. അത്ഭുതകരമായിട്ട് മോൻ്റെ കൂടെ പഠിച്ച കുട്ടികളെന്ന് പറഞ്ഞാൽ IIT പഠിച്ച കുട്ടികൾ, ഇങ്ങനെയൊക്കെയാണ് ബെസ്റ്റ് ഓഫ് ദ ബെസ്റ്റ് കുട്ടികളാണ് ആ യൂണിവേഴ്സിറ്റിയിലുള്ളത്. അവരിൽ എല്ലാവർക്കും അത്ഭുതകരമായ രീതിയിൽ അവനെ വേൾഡിൽ തന്നെ ടോപ്പ് 4
കൺസൾട്ടിങ് അല്ല ഓഡിറ്റിംഗ് കമ്പനീസിലൊന്നിന് ലണ്ടനിലാണ് ആസ്ഥാനമായ ഇവന് ഓഫർ കൊടുത്തു വിത്ത് ടയർ 2 സ്കിൽഡ് വർക്കർ വിസ, സ്പോൺസേഡ് വിസയോട് കൂടി. അപ്പോൾ അത് എനിക്ക് ഞാൻ എപ്പോഴും പറയും, ജോസഫ് അച്ഛൻ പറയും, നിങ്ങളുടെ മെറിറ്റ് കുറയുന്നിടത്താണ്, മെറിറ്റ് ഇല്ലാത്തടത്താണ് കൃപ വർക്ക് ചെയ്യുന്നതെന്ന്. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ എല്ലാ കുട്ടികളും ഒന്നിനൊന്ന് മികച്ച കുട്ടികളാണ്. അപ്പം ഞാൻ എപ്പോഴും മകനോട് പറയും, മകനെ ഒരു പ്രാവശ്യം പോലും നീ ചിന്തിക്കരുത് നമ്മുടെ കഴിവുകൊണ്ടാണ്, നിൻ്റെ കഴിവുകൊണ്ടാണ് ഈ ജോലി ലഭിച്ചതെന്ന്. ഒരിക്കലും ഞാൻ എല്ലാ ആൾക്കാരോടും പറയും, കൃപാസന അമ്മയുടെ അനുഗ്രഹം കൊണ്ടാണ് എൻ്റെ മകൻ ആ ജോലി ലഭിച്ചതെന്ന്. അത് ലോകം മുഴുവനും പറയാൻ എനിക്ക് യാതൊരു മടിയുമില്ല. കാര്യം പരിശുദ്ധ അമ്മ തന്ന വലിയൊരു ഗിഫ്റ്റാണത്. അതിന് ഞാൻ എൻ്റെ അമ്മയ്ക്ക് 1000 നന്ദി പറയുന്നു. പിന്നെ അതുകൂടാതെ ഞാനെപ്പോഴും പ്രാർത്ഥിച്ചിരുന്നത് അവൻ്റെ ജോലിക്ക് മാത്രമൊന്നുമല്ല, നല്ലൊരു മകനാണ്, എൻ്റെ വിശ്വാസത്തിലുള്ള ഒരു മകനാണ്, പള്ളിയിൽ പോവുകയും കുമ്പസാരിക്കുകയൊക്കെ ചെയ്യും. പക്ഷേ എനിക്ക് അവൻ എന്നും ജപമാല മാതാവിനെ നോക്കി സ്നേഹിച്ച് ചെല്ലുന്ന ഒരു മകനാവണമെന്നാണ് എൻ്റെ ആഗ്രഹം. ഞാൻ എപ്പോഴും പരിശുദ്ധ അമ്മയോട് പറയും, അവനൊരു ദിവസം ഒരു 4 ജപമാല അമ്മയെ നോക്കി സ്നേഹത്തോടെ ചെല്ലുന്നത് കണ്ടിട്ട് ഞാൻ മരിക്കാൻ റെഡിയാണ്. കാര്യം പിന്നെ എനിക്ക് ഒരു ടെൻഷനും എൻ്റെ മകനെക്കുറിച്ചില്ല. അവൻ പരിശുദ്ധ അമ്മയുടെ കൈകളിൽ സേഫാണ്, അവൻ്റെ ഫ്യൂച്ചർ. അപ്പം ഞാൻ അതിനു വേണ്ടി എപ്പോഴും നിയോഗം വെച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങുമായിരുന്നു. പിന്നെ എനിക്ക് തന്നെ ഇവിടെ വന്ന ഉടമ്പടിയിലായിരിക്കുമ്പോൾ 3-4 ജപമാലകളൊക്കെ ഒറ്റ ഇരിപ്പിൽ നല്ല കോൺസെൻട്രേഷനോടുകൂടി മാതാവിനെ നോക്കി സ്നേഹത്തോടെ ചെല്ലാനുള്ള കൃപ എനിക്ക് കിട്ടി. അതെനിക്ക് ഭയങ്കര അതുപോലെ എഡറേഷന് പോയിരിക്കാനും ഒത്തിരി ഈശോയുടെ സ്നേഹത്തിലിരിക്കാനും എഡറേഷന് കുറേ നേരം പ്രാർത്ഥിക്കാനും ഒക്കെ ഉള്ള കൃപ എനിക്കിവിടെ വന്നതിന് ശേഷമാണ്, പരിശുദ്ധ അമ്മയാണ് എനിക്കതെല്ലാം തന്നത്. എൻ്റെ വിശ്വാസം വളരെ ആഴപ്പെട്ടു. കൗദാശിക ജീവിതം വളരെ ഫ്രൂട്ട്ഫുള്ളായി. അതെല്ലാം ഇവിടെ വന്ന് എൻ്റെ അമ്മ എനിക്ക് നേടിത്തന്ന കൃപകളാണ്. അപ്പം ഞാൻ ആഗ്രഹിച്ച പ്രകാരം എൻ്റെ മകനിപ്പോൾ ഓൾമോസ്റ്റ് എല്ലാ ദിവസവും തന്നെ ഒരു ജപമാല മുഴുവനായി ചെല്ലുന്നുണ്ട്. അതിലെനിക്ക് ഒത്തിരി നന്ദി ഞാൻ പരിശുദ്ധ അമ്മയ്ക്ക് 1000 നന്ദി പറയുന്നു. പിന്നെ അതുപോലെ നമ്മൾ വിൽക്കാനായിട്ടൊരു സ്ഥലം ആഗ്രഹിച്ചിരുന്നു, അതിനുവേണ്ടി ഞാൻ പ്രാർത്ഥിച്ചിരുന്നു. ഇപ്പോൾ കഴിഞ്ഞ ഓഗസ്റ്റിൽ ഞാനിവിടെ വന്ന് ഉടമ്പടി പുതുക്കിയപ്പോൾ ഞാൻ ഓഗസ്റ്റ് 15 എന്ന് പറഞ്ഞൊരു ഡേറ്റ് ഇട്ടിട്ട് ഞാൻ പ്രാർത്ഥിച്ചു. പക്ഷേ അമ്മ എനിക്ക് അതിനേക്കാട്ടിലും ഒരു ബെറ്റർ ഡേറ്റിൽ എൻ്റെ ആ സ്ഥലത്തിൻ്റെ രജിസ്ട്രേഷൻ നടത്തി തന്നു. സെപ്റ്റംബർ 8-ാം തീയതി ആയിരുന്നു സ്ഥലത്തിൻ്റെ രജിസ്ട്രേഷൻ. ഈ സ്ഥലം വിൽപ്പനയായിട്ട് ഞാൻ അച്ഛനെ വന്ന് കണ്ടിരുന്നു. അപ്പോൾ അച്ഛൻ എനിക്ക് വെഞ്ചരിച്ച കാശുരൂപം തന്നു. ഞാൻ കൃപാസനത്തിൻ്റെ ഉപ്പ് എല്ലാ അതിരുകളിലും വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ച് വെതറിയിരുന്നു. അതുപോലെ അച്ഛൻ തന്ന ആ ബ്ലെസ്ഡായിട്ടുള്ള ആ കാശുരൂപം സ്ഥലത്തിൽ ഞാൻ മണ്ണിൽ കുഴിച്ചിട്ടിട്ടുണ്ടായിരുന്നു. പരിശുദ്ധ അമ്മയോട് പ്രാർത്ഥിച്ചിരുന്നു, കൃപാസന അമ്മയോട്. അതിൻ്റെ ഫലമായിട്ട് സെപ്റ്റംബർ 8-ാം തീയതി തന്നെ പരിശുദ്ധ അമ്മ ഒരു ഗിഫ്റ്റായിട്ട് ആ സ്ഥലത്തിൻ്റെ രജിസ്ട്രേഷൻ നടത്തി തന്നു. അങ്ങനെ ആത്മീയവും ഭൗതികവുമായ അനവധി അനുഗ്രഹങ്ങൾ എനിക്ക് പരിശുദ്ധ അമ്മയുടെ കയ്യിൽ നിന്ന് ഞങ്ങളുടെ കുടുംബത്തിന് ലഭിച്ചു. ഞാൻ ഈ കൃപാസന ജോസഫ് അച്ഛന് വേണ്ടിയും ഇവിടെ ശുശ്രൂഷ ചെയ്യുന്ന എല്ലാവർക്കും വേണ്ടിയും പ്രാർത്ഥിക്കുന്നു. ഇവിടെ അനുഗ്രഹം തേടി വരുന്ന എല്ലാവരും പരിശുദ്ധ അമ്മ അനുഗ്രഹിക്കാൻ വേണ്ടി പ്രത്യേകം താഴ്മയോടെ ഞാൻ പ്രാർത്ഥിക്കുന്നു. കാരുണ്യ പ്രവൃത്തി സ്ഥിരമായിട്ട് ചെയ്യുന്നുണ്ട്. മുൻപൊക്കെ ഞാൻ ഒരു വൃദ്ധജനങ്ങളുടെ സ്ഥലങ്ങൾ അവിടെ പോയിട്ട് അവരെ ശുശ്രൂഷിക്കുമായിരുന്നു, അവരെ എണ്ണയൊക്കെ തേച്ച് അങ്ങനെയൊക്കെ കൊടുക്കുമായിരുന്നു. ഇപ്പോൾ കൂടുതൽ സാമ്പത്തികമായിട്ട് സഹായിക്കുന്നുണ്ട്. അതാണ്. പിന്നെ പ്രേക്ഷിത പ്രവർത്തനം, പത്രം, ഞാൻ റോഡുകളിൽ നടന്നാണ് പത്രം കൊടുക്കുന്നത്, പബ്ലിക് പ്ലേസസിലാണ് പത്രം കൊടുക്കുന്നത്. അപ്പോൾ ഈ അനുഗ്രഹങ്ങൾ തന്ന എൻ്റെ അമ്മയ്ക്കും എൻ്റെ ഈശോയ്ക്കും എൻ്റെയും എൻ്റെ മകൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും പേരിൽ 1000 മാതാവിനും യേശുവിനും നന്ദി. ഞാൻ ഉടമ്പടി എടുത്തത്
30/12/2022 ഞാനിവിടെ ഉടമ്പടി എടുത്തത്. അതിനു മുമ്പ് തന്നെ ഒക്ടോബർ മാസത്തിൽ 2022 ഒക്ടോബർ മാസത്തിൽ എനിക്ക് വളരെയധികം പിടലിയുടെ ഇവിടുന്ന് വേദനയും തലവേദനയും ഛർദിലും ഉണ്ടായിരുന്നു. അതായത് നടുവേദന എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കഴുത്തിൻ്റെ ബാക്കിൽ നിന്നുള്ള വേദന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒട്ടും സഹിക്കാൻ പറ്റാത്ത വേദനയായിരുന്നു. എൻ്റെ അമ്മ ഒരു ദിവസം ഒരു മെഡിസിൻ്റെ മരുന്നെടുത്ത് വന്നു കഴിഞ്ഞാൽ വോളിനിയോ അതോ DFOയുടെ ജെല്ലോ ഒരു ദിവസം ഒരു ട്യൂബ് കൊണ്ടുവന്നു കഴിഞ്ഞാൽ അത് ഒറ്റ മണിക്കൂർ അല്ലെങ്കിൽ അരമണിക്കൂറിനുള്ളിൽ ഞാനത് ഉപയോഗിച്ച് തീർക്കുമായിരുന്നു. അത്രയും വേദന എനിക്ക് പെടലിയിൽ രാവിലെ എന്നില്ല രാത്രി എന്നില്ല ഉറക്കമൊന്നുമില്ല ഒന്നും എനിക്ക് ഉണ്ടായിരുന്നില്ല. ഒക്ടോബർ മാസം രാത്രി ആയപ്പോഴേക്കും ഞാനിവിടെ യൂട്യൂബിൽ ഇടയ്ക്കിടയ്ക്ക് കൃപാസനത്തിൻ്റെ ഓരോ ഇത് കാണുമ്പോഴേക്കും ഞാൻ അവിടെ ലൈറ്റ് കാൻഡിൽ പ്രെയർ എടുത്തായിരുന്നു. ഓൺലൈനായിട്ട് ലൈറ്റ് കാൻഡിൽ പ്രെയറും ഓൺലൈനായിട്ട് ഉടമ്പടിയും ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ മാതാവിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, മാതാവ് എനിക്ക് ഈ വേദന മാറ്റി തന്നെയാണെങ്കിൽ ഞാൻ എന്ത് വന്നാലും ഇവിടെ വന്നിട്ട് സാക്ഷ്യം പറഞ്ഞിരിക്കും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരു ദിവസം ഒക്ടോബർ പകുതി ആയപ്പോഴേക്കും എനിക്ക് ഇവിടെ കഴുത്തിൻ്റെ ഉണ്ടായിരുന്നതും ബാക്കിലുണ്ടായിരുന്ന വേദന മാറിയിട്ട് ഛർദിലും തലവേദന എന്ന് പറഞ്ഞാൽ സഹിക്കാൻ പറ്റൂലായിരുന്നു. ഉച്ചയ്ക്ക് തുടങ്ങിയ ഛർദിൽ പിറ്റേ ദിവസമായിട്ടും മാറാതെ ആയപ്പോഴേക്കും അമ്മയും എൻ്റെ ചേട്ടനും കൂടിയിട്ട് എന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ബ്ലഡ് ടെസ്റ്റ് എടുത്തപ്പോഴേക്കും സാധാരണ ബ്ലഡിൽ ഉണ്ടാവുന്ന ഇൻഫെക്ഷനാണ്, നമുക്ക് അഡ്മിറ്റ് ചെയ്യാം, ബ്ലഡിൽ കൗണ്ട് കുറച്ച് കൂടുതലാണെന്ന് പറഞ്ഞു. അങ്ങനെ നമ്മൾ അഡ്മിറ്റ് ചെയ്ത് ബാക്കിൽ വേദന ആയതുകൊണ്ട് ഡിസ്കിന് എന്തെങ്കിലും കംപ്ലൈൻറ്റ് ആയിരിക്കും, അത് മാറിക്കോളും, അതിന് നമുക്ക് ഫിസിയോതെറാപ്പി എന്തെങ്കിലും ചെയ്യാം എന്ന് മാത്രമേ പറഞ്ഞിട്ട് അവർ നമ്മൾ അഡ്മിറ്റ് ചെയ്ത് 5 ദിവസം ആൻറ്റിബയോട്ടിക്കും 4 ദിവസവും ഫിസിയോതെറാപ്പിയും ചെയ്ത് ലാസ്റ്റ് ഡേ, അതായത് ഡിസ്ചാർജ് ചെയ്യണ ലാസ്റ്റ് ദിവസം ഫിസിയോതെറാപ്പി എടുത്തപ്പോഴേക്കും എനിക്ക് ഇങ്ങനെ കുത്തി നിൽക്കാൻ പറ്റണില്ല. അതായത് എൻ്റെ കണ്ണിൻ്റെ കാഴ്ച ഒന്നും എനിക്ക് കാണാൻ പറ്റണില്ല, എന്താണെന്നൊന്നും എനിക്കറിയത്തില്ല, കണ്ണിൻ്റെ കാഴ്ച എനിക്കില്ല, എനിക്ക് മുമ്പിലേക്കൊന്നും നോക്കാൻ പറ്റില്ല. അങ്ങനെ ഡോക്ടർ വന്ന് ഡിസ്ചാർജ് ചെയ്തു. അപ്പോൾ എനിക്കിങ്ങനെ ബുദ്ധിമുട്ടുണ്ടെന്ന് ഞാൻ അവരോടും പറഞ്ഞില്ല. വീട്ടിലേക്ക് ചെന്നപ്പോഴേക്കും എൻ്റെ ചേട്ടൻ എന്നോട് ചോദിക്കണ്ടേ, എടി നിനക്ക് കണ്ണിന് എന്തെങ്കിലും തോന്നണ്ട, നിൻ്റെ കണ്ണെന്താ ഇങ്ങനെ ഇരിക്കണേന്ന്. അപ്പം എൻ്റെ ഈ ഇടത്ത് വശത്തെ കണ്ണ് ഈ ഒരു സൈഡിലേക്ക് മാറിയിരിക്കണമായിരുന്നു. അതായത് എനിക്ക് കണ്ണിൻ്റെ കാഴ്ച ഒന്നുമില്ല, അതായത് ഒരു കുഴപ്പമില്ലാണ്ടിരുന്ന് പോയേച്ച് ഞാൻ ഒരു 5 ദിവസം കൊണ്ട് എൻ്റെ കണ്ണിൻ്റെ കാഴ്ച മൊത്തം പോയിട്ടുണ്ടായിരുന്നു. എന്താ കാരണമെന്നൊന്നും എനിക്കറിയത്തില്ല. പിറ്റേ ദിവസമായപ്പോഴേക്കും എൻ്റെ അപ്പയും അമ്മയും കൂടി പിന്നെയും ഹോസ്പിറ്റലിൽ പോയി. അതായത് ഇത്ര വർഷം, അന്ന് 21 വർഷമായിട്ട് കണ്ണിനൊരു പ്രശ്നമോ കണ്ണിൻ്റെ കാഴ്ചക്ക് ഒരു കുഴപ്പവും ഉണ്ടായിരുന്നാത്ത ഞാൻ അന്ന് ആ വണ്ടിയിൽ നിന്ന് ഇറങ്ങണത്, എൻ്റെ 2 കണ്ണിനും കാഴ്ച ഇല്ലാണ്ടാണ് ഞാൻ ആ വണ്ടിയിൽ നിന്ന് ഇറങ്ങി ഹോസ്പിറ്റലിൽ ചെന്ന് ഡോക്ടർ സീരിയസ് ആയിട്ട് എടുത്ത് ഡോക്ടറിനെ കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു കണ്ണിൻ്റെ നരമ്പിൽ ഇൻഫെക്ഷൻ വന്നിട്ടുണ്ട്, നമുക്കത് നോക്കണം, സീരിയസ് ആയിട്ട് എടുക്കണം എന്ന് പറഞ്ഞ് എന്നെ അഡ്മിറ്റ് ചെയ്ത് അതായത് 5 ദിവസം അവിടെ ഹോസ്പിറ്റലിൽ കിടന്നിട്ട് ഒരു ദിവസം ഡിസ്ചാർജ് ചെയ്ത് പിറ്റേ ദിവസം തന്നെ വീണ്ടും ഹോസ്പിറ്റലിൽ പോയിട്ട് അഡ്മിറ്റ് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ വേദന എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഹോസ്പിറ്റൽ ബെഡിൽ പോയിട്ട് വീൽ ചെയറിൽ കയറി ഒരു എക്സ്റേ എടുക്കാൻ പോലും പോകാൻ പറ്റാത്ത അത്ര വേദനയിലാണ് ഞാൻ നിന്നേച്ചത്. ഒന്ന് നടക്കാനോ എണീക്കാനോ നിൽക്കാനോ പോലും പറ്റൂല. അതിൻ്റെ കൂടെ എനിക്ക് 2 കണ്ണിലും കാഴ്ചയില്ല. എൻ്റെ കൂടെ നടക്കാനായിട്ട് എൻ്റെ അപ്പനോ എൻ്റെ അമ്മയോ ആരെങ്കിലും വേണം ഒരു ഹെൽപ്പിന് വേണ്ടിയിട്ട്, അല്ലാണ്ട് എനിക്കൊന്നിനും പറ്റൂലായിരുന്നു. അങ്ങനെയാണ് MRI എടുത്തപ്പോഴേക്കും ആദ്യം ഡോക്ടർ പറഞ്ഞു മെലിഞ്ചൈറ്റിസ് ആയിരിക്കും, അതുകൊണ്ടിട്ടായിരിക്കും എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് പിന്നെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ പറഞ്ഞു ഡോക്ടർ പറഞ്ഞു അതായിരിക്കില്ല, നമുക്കൊന്ന് ബോൺ മാരോ ഒന്ന് അവിടെ നിന്ന് പ്രഷർ എടുത്ത് നോക്കാം, ബോഡിയിലെ പ്രഷർ നമുക്ക് നോക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ ഡോക്ടർ ബോഡിയിലെ പ്രഷർ നോക്കിയപ്പോൾ ഭയങ്കര കൂടുതലായിരുന്നു. പക്ഷേ ഈ നോക്കണതൊക്കെ എല്ലാം ഏകദേശം 2 ആഴ്ച, ആ 2 ആഴ്ചയും ഞാൻ അവിടെ അനുഭവിച്ച വേദന എന്താണെന്ന് എനിക്കേ അറിയത്തുള്ളൂ. അതായത് ഒന്ന് നിൽക്കാനോ ഇരിക്കാനോ കിടക്കാനോ ഒന്നിനും പറ്റൂലായിരുന്നു. ആ നടുവൊക്കെ ഇങ്ങനെ പൊട്ടിപ്പൊളഞ്ഞ് പോണ പോലെയാണ് ഞാൻ അവിടെ നിൽക്കണത്. ഓരോ പ്രാവശ്യം ഓരോ വേദന ഉണ്ടാവുമ്പോഴും ഞാൻ അവിടെ ചൊല്ലണത് ആകെ വിശ്വാസ പ്രമാണം ചൊല്ലും. അത് ചൊന്ന് കഴിയുമ്പോൾ എനിക്കൊരു ആശ്വാസം, എവിടെ നിന്നില്ല, എനിക്കൊരു ആശ്വാസം വിശ്വാസ പ്രമാണം ചൊല്ലിക്കഴിഞ്ഞാൽ. അത് കഴിഞ്ഞ് ഡോക്ടർ പ്രഷർ നോക്കിയപ്പോൾ പ്രഷർ ഭയങ്കര കൂടുതലാണ്. ഒരു പ്രാവശ്യം കൂടി MRI എടുക്കണമെന്ന് പറഞ്ഞിട്ട് MRI എടുത്ത് നോക്കിയപ്പോൾ എൻ്റെ തലയിൽ ബ്ലോക്ക് ഉണ്ടെന്ന് പറഞ്ഞു. പ്രഷർ ഉള്ളത് കണ്ണിൽ കൂടിയുള്ള വെയിലൊന്നും ബ്ലഡ് പോകാൻ പറ്റാത്തത്, അത് ബ്ലോക്ക് ഉണ്ട്, അതുകൊണ്ടാണ് കണ്ണിൻ്റെ കാഴ്ച പോയെന്ന് പറഞ്ഞു.
അപ്പോൾ ആ ടൈമിൽ എൻ്റെ ആൻറ്റി ഇവിടെ ഉടമ്പടി എടുത്തേച്ച് ആൻറ്റി എന്നോട് വന്നിട്ട് പറയുമായിരുന്നു, എടി നീ പേടിക്കണ്ട, മാതാവുണ്ട്, മാതാവ് കൂടെ ഉണ്ട്, മാതാവ് എല്ലാം നിനക്ക് മാറ്റിത്തരും, അവിടെ ഒരു കുഴപ്പവും നിനക്ക് വരുത്തൂല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഞാൻ വിചാരിക്കേണ്ട ഇനി ആർക്ക് എന്ത് ചെയ്യാൻ പറ്റും, എനിക്കൊന്നും ചെയ്യാൻ ഇനി പറ്റൂലാലോ എന്ന് ഞാൻ വിചാരിക്കേണ്ട. എന്നാലും എവിടെ നോക്കിയ ഒരു വിശ്വാസമാണ്. അപ്പം മുതൽ ആൻറ്റി പറയും, നീ പ്രാർത്ഥിക്ക്, സഞ്ചാരി മാതാവേ വാ, സഞ്ചാരി മാതാവേ വാ എന്ന് നീ പറഞ്ഞ് പ്രാർത്ഥിക്ക്, മാതാവ് വരും എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓരോ പ്രാവശ്യം ഓരോ സ്ഥലത്ത് ഓരോ ബ്ലഡ് ടെസ്റ്റിന് പോകുമ്പോഴും ഓരോ സ്കാനിങ്ങിന് പോകുമ്പോഴും ഓരോന്നിന് പോകുമ്പോഴും വിശ്വാസ പ്രമാണവും സഞ്ചാരി മാതാവേ വരണേ എന്നുള്ള പ്രാർത്ഥനയും ചൊല്ലി പോകുമ്പോൾ എനിക്ക് എവിടെ നിന്നില്ലാത്തൊരു ശക്തി, ഒരു വേദനക്ക് ഒരു ഇത്തിരിയെങ്കിലും ഒരു ഇത്തിരി കുറവ് എനിക്ക് കിട്ടിയിട്ടുണ്ട്. അങ്ങനെയാണ് അവിടെ ആദ്യം കാണിച്ച ഹോസ്പിറ്റലിൽ നിന്ന് ഡോക്ടേഴ്സ് പറഞ്ഞ് ഇവിടെ ഇവിടെ ചെയ്യാൻ പറ്റൂല, തലയിൽ സ്റ്റെൻഡ് ഇടണമായിരുന്നു, ബ്ലോക്ക് മാറാൻ വേണ്ടിയിട്ട് കറക്റ്റായിട്ട് ബ്ലഡ് ഫ്ലോ പോകാൻ വേണ്ടിയിട്ട് ഇടണമായിരുന്നു, ഇവിടെ കാണിക്കാൻ പറ്റൂല എന്ന് പറഞ്ഞു. അങ്ങനെ എന്നെ വേറൊരു ഹോസ്പിറ്റലിലേക്ക് മാറ്റി. ആ ഹോസ്പിറ്റലിലേക്ക് മാറ്റുന്ന ടൈമിൽ എനിക്ക് ഡിസംബർ 7-ാം തീയതി ആയിരുന്നു, ഡിസംബർ 7-ഓ 6-ഓ ആയിരുന്നു എനിക്ക് ഓപ്പറേഷൻ ഡേറ്റ് പറഞ്ഞത്. അതായത് ഡോക്ടർ വന്നിട്ട് അപ്പോൾ 5-ാം തീയതി ആയപ്പോഴേക്കും എൻ്റെ ആൻറ്റി എൻ്റെ അടുത്ത് വന്നിട്ട് എന്നോട് എനിക്ക് ഈ കാശ് രൂപം കയ്യിൽ തന്നിട്ട് എണ്ണ തലയിൽ പുരട്ടി, വിശ്വാസ പ്രമാണം ചൊല്ലി എണ്ണ പുരട്ടിയിട്ട് ആൻറ്റി പറഞ്ഞ്, നീ നോക്കിക്കോ, ഒരു കുഴപ്പമില്ലാണ്ട് നീ നാളെ ഇറങ്ങും, നിനക്കൊരു പ്രശ്നം ഉണ്ടാവില്ല, നിനക്കൊരു കുഴപ്പം ഉണ്ടാവില്ല എന്നും പറഞ്ഞ് ആൻറ്റി പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഡോക്ടർ വന്നിട്ട് നമുക്ക് MRIയുടെ ഇത് കാണിച്ചു തന്നു, ഇതുപോലെ ഇവിടെയാണ് പ്രശ്നം, ഇന്ന സ്ഥലത്താണ്, ഇതാണ് പ്രശ്നം, നാളെ ഇതേപോലത്തെ പ്രൊസീജിയറാണ്, നാളെ സ്റ്റെൻഡ് ഇടും, അത് കഴിയുമ്പോഴേക്കും നമുക്ക് നമ്മുടെ ബോഡി അത് അഡോപ്റ്റ് ചെയ്യാനായിട്ട് കുറച്ച് ടൈം എടുക്കും, തലക്ക് നല്ല വേദന ഉണ്ടാവും, അത് അങ്ങോട്ട് മാറിക്കോളും, കുറച്ച് ദിവസം കഴിയുമ്പോൾ മാറിക്കോളും എന്ന് പറയും. ഞാൻ എല്ലാത്തിലും ഓക്കെ ആയിരുന്നു, കാരണം എൻ്റെ മനസ്സിൽ ഞാൻ എപ്പോഴും വിശ്വാസ പ്രമാണം ചൊല്ലി മാതാവ് വരും, എനിക്ക് എവിടെ നിന്നില്ലാതെ ആ ഒരു മാതാവ് വരും, സഞ്ചാരി മാതാവ് വരും എന്നുള്ളൊരു വിശ്വാസം എനിക്ക് എപ്പോഴും ഉണ്ടായിരുന്നു. എൻ്റെ കൂടെ എനിക്ക് അത്ര നാളില്ലാന്നൊരു വാക്കായിരുന്നു സഞ്ചാരി മാതാവ് വരും, സഞ്ചാരി മാതാവ് വരും എന്നുള്ളത്. അങ്ങനെ ആൻറ്റി എണ്ണയും കാശ് രൂപം കയ്യിൽ തന്നിട്ട് വിശ്വാസ പ്രമാണം ചൊല്ലി പോയി. അത് കഴിഞ്ഞ് ഒരു മണിക്കൂറോ അല്ലെങ്കിൽ അരമണിക്കൂറോ കഴിയാൻ തുടങ്ങിയപ്പോൾ എനിക്ക് അത്രയും ദിവസം വേറെ ഹോസ്പിറ്റലിലേക്ക് മാറ്റിയ ടൈമിൽ എനിക്ക് അപ്പോൾ അത്രയും ഛർദിലൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ അത് ചെയ്ത് കഴിഞ്ഞിട്ട് എനിക്ക് ഭയങ്കര ഛർദിലായിരുന്നു. ഛർദിൽ എന്ന് വെച്ചാൽ നിർത്താൻ പറ്റില്ല. അതായത് പിറ്റേ ദിവസം ഓപ്പറേഷൻ തിയേറ്ററിൽ എന്നെ കൊണ്ടുപോകാൻ നേരത്ത് പോലും എൻ്റെ അപ്പൻ മറ്റേ ഛർദിൽ ഇങ്ങനെ ഇതാക്കാൻ വേണ്ടി ഒരു പ്ലേറ്റ് പോലത്തെ സാധനം കയ്യിൽ പിടിച്ചിട്ടാണ് വന്നത്. എനിക്ക് ഒട്ടും പറ്റില്ല. ഛർദിൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഉള്ളിൽ കഴിച്ചിട്ടിരിക്കുന്ന ഒരു അരിയാണെങ്കിൽ പോലും ഒരിത്തിരി വെള്ളമാണെങ്കിൽ പോലും അത് നമ്മിങ്ങനെ ഛർദിച്ച് ഉള്ളിൽ നിന്ന് വന്നതാണ്. അത് നമ്മളിങ്ങനെ അനുഭവിക്കണവർക്ക് അതിൻ്റെ ഇത് മനസ്സിലാവും. നമുക്ക് അങ്ങനെ നിന്ന് പോവും. അങ്ങനെയാണ് ഓപ്പറേഷൻ തിയേറ്ററിൽ കയറി ഡോക്ടർ പറഞ്ഞ് കുഴപ്പമില്ല, എല്ലാം ഓക്കെ ആകും എന്നും പറഞ്ഞിട്ട് അനസ്തേഷ്യ ഡോക്ടർ വന്ന് അനസ്തേഷ്യ ചെയ്യണം കേട്ടോ എന്ന് പറയണതിന് മുമ്പ് ഞാൻ ജസ്റ്റ് മാതാവേ വരണേ വിശ്വാസ പ്രമാണം ചൊല്ലിയിട്ട് ഞാൻ വിശ്വാസ പ്രമാണം ചൊല്ലി അനസ്തേഷ്യ ഡോക്ടർ 1 2 3 എന്ന് പറഞ്ഞ എണ്ണത് മാത്രമേ ഓർമ്മയുള്ളൂ. പിന്നെ എനിക്ക് ഓർമ്മ വന്നത് ഡോക്ടർ വന്നിട്ട് നമ്മുടെ കവിളിൽ തട്ടിയിട്ട് ഇപ്പോൾ എല്ലാം ഓക്കെ ആണ് കേട്ടോ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഞാൻ വിചാരിക്കേണ്ട എല്ലാം ഓക്കെ ആണെന്ന് പറയുമ്പോഴേക്കും ഓക്കെ ഓപ്പറേഷൻ കഴിഞ്ഞല്ലോ, അതുകൊണ്ടിട്ടായിരിക്കും ചിലപ്പോൾ ഡോക്ടർ പറയണത് എല്ലാം ഓക്കെ ആയിരിക്കും, അങ്ങനെ ആയിരിക്കുമെന്ന്. അപ്പോൾ ഞാൻ ജസ്റ്റ് ആ ഓപ്പറേഷൻ തിയേറ്ററിൽ നമുക്ക് കുറച്ച് നേരം ഒബ്സർവേഷനിലേക്ക് മാറ്റും ഇത് കഴിഞ്ഞേക്കണ കൊണ്ടിട്ട്. അപ്പോൾ ഞാനിങ്ങനെ ജസ്റ്റ് തല ഇങ്ങനെ ഒന്ന് ഷെയ്ക്ക് ചെയ്ത് നോക്കിയപ്പോൾ എനിക്കങ്ങനെ വേദന ഒന്നുമില്ല. അപ്പം ഞാൻ വിചാരിച്ചു തലേ ദിവസം ഡോക്ടർ വന്ന് പറഞ്ഞല്ലോ എനിക്ക് വേദന ഉണ്ടാകും, കുറച്ച് ടൈം എടുക്കും, ഇതൊക്കെ ഒന്ന് മാറാൻ വേണ്ടി വരുമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാനിങ്ങനെ തല ഇങ്ങനെ കുലുക്കി നോക്കുമ്പോഴും എനിക്ക് അവിടെ വേദന ഒന്നുമില്ല. അത് കഴിഞ്ഞ് ഒരു മണിക്കൂർ 2 മണിക്കൂർ കഴിഞ്ഞപ്പോഴേക്കും എന്നെ റൂമിലേക്ക് ഷിഫ്റ്റ് ചെയ്യുമ്പോൾ അപ്പോഴും എനിക്കൊരു ഐഡിയ ഇല്ല. റൂം തുറക്കുമ്പോൾ അപ്പനും അമ്മയും ചിരിച്ചുകൊണ്ടിരിക്കണേ. അപ്പം എനിക്ക് അവരോട് ചോദിച്ചു എന്തേ എന്ന് ചോദിച്ചപ്പോൾ അവരെന്നോട് പറഞ്ഞു, എടി നിനക്ക് ഓപ്പറേഷൻ തിയേറ്ററിൽ ഓപ്പറേഷൻ ഒന്നും ചെയ്യേണ്ടി വന്നില്ല, ഓപ്പറേഷൻ തിയേറ്ററിൽ കയറ്റിയപ്പോൾ തന്നെ ഡോക്ടർ നോക്കിയപ്പോൾ തന്നെ നിൻ്റെ ബ്ലോക്ക് എന്ന് പറഞ്ഞൊരു സാധനം നിനക്ക് അവിടെ ഇല്ല എന്ന് പറഞ്ഞു. ഞാൻ വിശ്വസിക്കണം എൻ്റെ മാതാവായിരിക്കും എന്നല്ല, എൻ്റെ മാതാവാണ്, എൻ്റെ സഞ്ചാരി മാതാവാണ് എനിക്ക് അവിടെ വന്ന് ഇടപെട്ടതെന്ന് എനിക്ക് 100% ഉറപ്പുണ്ട്. ഞാൻ ഈ വേദന എല്ലാം തുടങ്ങുമ്പോഴേക്കും ഞാൻ പറഞ്ഞേച്ച് ഓൺലൈൻ ഉടമ്പടി എടുത്തപ്പോഴേക്കും ഞാൻ പറഞ്ഞേച്ച് എൻ്റെ മാതാവ് എനിക്കൊരു കുഴപ്പമില്ലാണ്ട്. അപ്പോഴും എൻ്റെ കണ്ണിന് കാഴ്ചയില്ല, കണ്ണിന് കാഴ്ച കുറച്ച് കുറവാണ്, പക്ഷെ എനിക്ക് തലയിൽ ബ്ലോക്കില്ല.
അപ്പോഴേക്ക് ഞാൻ പറഞ്ഞേച്ച് ഞാനൊന്ന് ഇത് കഴിഞ്ഞ് വീട്ടിലേക്ക് എനിക്ക് ഈ വേദന ഒന്ന് മാറി ഞാൻ ഓക്കെ ആയിട്ട് നിൽക്കണമെങ്കിൽ മാതാവ് ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തോളാം, ഉടമ്പടി നേരിട്ട് വന്ന് മാതാവിൻ്റെ അടുത്ത് ഉടമ്പടി പറയുമെന്ന് പറഞ്ഞേച്ച്. അങ്ങനെ എന്നെ ഒരു 10-ാം തീയതി 11-ാം തീയതി ആയപ്പോഴേക്കും എന്നെ ഡോക്ടർ കുഴപ്പമൊന്നുമില്ല, എല്ലാം ഓക്കെ ആവും, കണ്ണിൻ്റെ കാഴ്ച പതിയെ ആണെങ്കിലും കിട്ടും എന്നും പറഞ്ഞിട്ട് എന്നെ ഡോക്ടർ ഡിസ്ചാർജ് ചെയ്ത്. അങ്ങനെ ഇവിടെ ഞാൻ 2022 ഞാൻ ഇവിടെ വന്നിട്ട് ഉടമ്പടി എടുത്തു, എൻ്റെ ആദ്യത്തെ ഉടമ്പടി. ആ ഉടമ്പടി കഴിഞ്ഞിട്ട് എനിക്ക് അറിഞ്ഞൂടാ വിത്തിൻ 1 മന്തോ അല്ലെങ്കിൽ 1.5 മന്തിനുള്ളിൽ ഇപ്പം ഞാനിവിടെ നിൽക്കണത് എനിക്ക് കണ്ണിന് ഫുൾ കാഴ്ചയുണ്ട്. പക്ഷെ ഞാൻ അന്ന് ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങുമ്പോൾ എൻ്റെ 2 കണ്ണിൽ എൻ്റെ അപ്പനെയോ എൻ്റെ അമ്മയോ എൻ്റെ ചേട്ടനെയോ എനിക്ക് കാണാൻ പറ്റില്ലായിരുന്നു. ഫുൾ ബ്ലാങ്ക് ആയിരുന്നു എൻ്റെ കണ്ണിൻ്റെ കാഴ്ച. അങ്ങനെ ഒരു ഉടമ്പടി എടുത്ത് ഈ കാശ് രൂപമായിട്ട് ഓരോ റീവിസിറ്റിന് ഞാൻ ഡോക്ടറിൻ്റെ അടുത്ത് പോകുമ്പോഴും എനിക്ക് കണ്ണിൻ്റെ കാഴ്ച കൂടി വന്നിട്ടിരിക്കണേ. എനിക്ക് മാതാവ് തന്ന അനുഗ്രഹമാണ് 100% ഞാനത് വിശ്വസിക്കുന്നു. അതല്ലാണ്ട് എനിക്കിങ്ങനെ ഉടമ്പടി എടുത്ത് കഴിയുമ്പോൾ ഞാനിങ്ങനെ ബൈബിൾ തുറന്ന് വായിക്കുമ്പോഴേക്കും മാതാവ് എനിക്ക് ആദ്യമായിട്ട് തന്നൊരു ഇതായിരുന്നു, നിൻ്റെ കേൾവിയും കാഴ്ചയും ഞാൻ നിനക്ക് തിരിച്ചു തരും, നീ മനുഷ്യൻ്റെ മുൻപിൽ സാക്ഷിയായിരിക്കുകയെന്ന്. അതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ മാതാവിൻ്റെ മുമ്പിൽ സാക്ഷിയായിട്ട് പറഞ്ഞു എനിക്ക് കിട്ടിയേക്കണ എല്ലാ അനുഗ്രഹവും ഉടമ്പടി എടുത്തിട്ട് ഇപ്പോൾ വരെ എൻ്റെ കൂടെ എപ്പോഴും മാതാവ് ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. മാതാവിനും യേശുവിനും നന്ദി. കാരുണ്യപ്രവൃത്തിയായിട്ട് നമുക്കിവിടെ പത്രം കിട്ടുമ്പോഴേക്കും ഞാൻ 3-4 കെട്ട് പത്രമായിട്ട് ചെല്ലും. പക്ഷേ ഞാനിങ്ങനെ കൊടുക്കുമ്പോൾ ഒരാൾ വേണ്ടാന്ന് പറയണമെങ്കിൽ അപ്പുറത്തിരിക്കുന്ന ആൾ അവർക്ക് വേണ്ടെങ്കിൽ കുഴപ്പമില്ല, ഞങ്ങൾക്ക് തന്നു, ഞങ്ങൾ മേടിച്ചോളാം, കൃപാസനം പത്രമല്ലേ ഞങ്ങൾക്ക് വേണമെന്ന് പറഞ്ഞ് ഓരോരുത്തരും. അതിപ്പോൾ എവിടെ പോയാലും, അത് പബ്ലിക് പ്ലേസിലാണെങ്കിലും ബസ് സ്റ്റാൻഡിലാണെങ്കിലും ഒരു പള്ളിയുടെ സ്ഥലത്താണെങ്കിലും ഞാനിപ്പോൾ വർക്ക് ചെയ്യുന്ന സ്ഥലത്താണെങ്കിലും എവിടെയാണെങ്കിലും അതിവിടെ അവർ മേടിച്ചിട്ടുണ്ടാവും. ഞാനൊരു പത്രം എല്ലായിടത്തും കൊണ്ടുപോകും. പിന്നെ പച്ചണ സമയത്തല്ല, എന്നെക്കൊണ്ട് പച്ചണ പോലെ തന്നെ അനാഥാലയങ്ങളും പാവപ്പെട്ട പിള്ളേർക്കും ഒക്കെ എന്തെങ്കിലും എന്നെക്കൊണ്ട് പറ്റാവുന്നതിൽ കൂടുതൽ ഞാൻ അവർക്ക് ആവശ്യമായ സാധനങ്ങളെല്ലാം ചെയ്തു കൊടുത്തിട്ടുണ്ട്. കുമ്പസാരം മാസത്തിൽ 1 വട്ടമെങ്കിലും കുമ്പസാരിക്കാറുണ്ട്. ഞായറാഴ്ചത്തെ കുർബാനയിൽ മുടങ്ങാതെ ചെല്ലാറുണ്ട്. യേശുവിനും മാതാവിനും ഈ അനുഗ്രഹം തന്നതിനും എൻ്റെയും എൻ്റെ അപ്പനെയും അമ്മേനും എൻ്റെ കുടുംബത്തിനെ മാതാവ് ഇങ്ങനെ പൊതിഞ്ഞ് പിടിച്ച് സ്നേഹിക്കണതിനും നന്ദി. വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 15:26. ഞാൻ പിതാവിൻ്റെ അടുത്ത് നിന്നും അയക്കുന്ന സഹായകൻ പിതാവിൽ നിന്ന് പുറപ്പെടുന്ന ആ സത്യാത്മാവ് വരുമ്പോൾ അവൻ എന്നെക്കുറിച്ച് സാക്ഷ്യം നൽകും. യേശുവിൽ പ്രിയമുള്ളവരെ, ശ്രേയ റോസ്മേരി കുമ്പളങ്ങിയുടെ സാക്ഷ്യമാണ് നമ്മുടെ മുന്നിൽ ഇപ്പോൾ തിരുക്കുമാരനും കോടാനുകോടി നന്ദി പറയുന്നു. എൻ്റെ പേര് അന്നമ്മ ജോസ്മി. ഞാൻ എറണാകുളം ജില്ലയിലെ മടത്തുംപടി ഇടവകയിൽ നിന്നാണ് വരുന്നത്. ഞാൻ ആദ്യമായി ഉടമ്പടി എടുത്തത് 2025 മാർച്ച് 25-നാണ്. ഉടമ്പടിയുടെ നിയോഗം എന്ന് പറഞ്ഞാൽ എനിക്ക് ജർമ്മൻ എക്സാം പാസ്സാകുന്നതിന് വേണ്ടിയായിരുന്നു. ഉടമ്പടി എടുക്കുന്നതിന് മുമ്പ് ഞാൻ ജർമ്മൻ എക്സാം എഴുതിയിട്ടുണ്ടെങ്കിലും ഒരു മൊഡ്യൂൾ മാത്രമേ എനിക്ക് പാസ്സാവാൻ സാധിച്ചുള്ളൂ. ബാക്കി 2-3 പ്രാവശ്യം എഴുതിയിട്ടും ഞാൻ ഫെയിലായിക്കൊണ്ടിരിക്കുമായിരുന്നു. അങ്ങനെ ഞാൻ ഉടമ്പടി എടുത്തതിന് ശേഷം എനിക്ക് പെട്ടെന്ന് തന്നെ ഡേറ്റ് കിട്ടി. ഞാൻ എക്സാം എഴുതാൻ പോയി തൃച്ചിയിൽ. അവിടെ എനിക്ക് 10 ദിവസം കൊണ്ട് തന്നെ റിസൾട്ട് വരികയും ചെയ്തു. റിസൾട്ട് വരുമ്പം 3 മൊഡ്യൂളിൽ 2 മൊഡ്യൂൾ എനിക്ക് പാസ്സാവാൻ സാധിച്ചു. ഞാൻ എക്സാം എഴുതാൻ പോകുമ്പം ഉടമ്പടി കാശുരൂപം എൻ്റെ ഡ്രസ്സിൽ ഞാൻ കുത്തി വെക്കുകയും ഉടമ്പടി ഉപ്പും ഉടമ്പടി തൈലവും ഉപയോഗിച്ചായിരുന്നു എക്സാമിന് പോയത്. അതിനുശേഷം എനിക്ക് ട്രിവാൻഡ്രത്തും പെട്ടെന്ന് തന്നെ ഡേറ്റ് കിട്ടി. ഞാൻ അവിടെ എക്സാം എഴുതി. അങ്ങനെ എനിക്ക് അവിടെയും ഫുൾ മൊഡ്യൂൾ അങ്ങനെ അമ്മ മാതാവ് നൽകി അനുഗ്രഹിച്ചു. അമ്മ മാതാവിന് കോടാനുകോടി നന്ദി. അതിനുശേഷം ഞാൻ എൻ്റെ നിയോഗത്തിൽ വെച്ചിരുന്നത് ഇൻ്റർവ്യൂ പാസ്സാവാൻ വേണ്ടിയായിരുന്നു. അങ്ങനെ ഞാനൊരു ഏജൻസി കൊടുത്തു. പക്ഷേ അവരെന്നെ ആദ്യം B1 ഫുൾ മൊഡ്യൂൾ ഉണ്ടെങ്കിൽ കൊണ്ടുപോകാമെന്ന് പറഞ്ഞു. B1 ഫുൾ മൊഡ്യൂൾ കൊടുത്തപ്പോൾ പറഞ്ഞു B2 3 മൊഡ്യൂൾ മതിയെന്ന്. B2 3 മൊഡ്യൂൾ കൊടുത്തപ്പോൾ പറഞ്ഞു B2 ഫുൾ മൊഡ്യൂൾ വേണമെന്ന് പറഞ്ഞ് പറ്റിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ ഞാൻ ഏജൻസിയിൽ നിന്ന് മാറ്റി ഞാൻ അമ്മ മാതാവിനോട് പറഞ്ഞു. അവരെന്നോട് 4 ലക്ഷം രൂപയാണ് പറഞ്ഞത് പ്രോസസ്സ് ചെയ്യാൻ വേണ്ടി. അപ്പം ഫിനാൻഷ്യലായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ഞാൻ അമ്മ മാതാവിനോട് പറഞ്ഞു, അമ്മ എനിക്ക് 4 ലക്ഷം രൂപയാണ് പറയുന്നത്, അതിൽ നിന്ന് കുറച്ച് കുറവ് എങ്ങനെയെങ്കിലും മാതാവ് നൽകി അനുഗ്രഹിക്കണമേ, അതിനൊരു ഏജൻസി കണ്ടുപിടിക്കാൻ, വിശ്വസ്തതയുള്ള ഒരു ഏജൻസി കണ്ടുപിടിക്കാൻ എന്നെ അനുഗ്രഹിക്കണമേ എന്ന് പറഞ്ഞ് ഞാൻ ഇവിടുന്ന് പ്രാർത്ഥിച്ചിട്ട് പോയി. അങ്ങനെ എനിക്കൊരു ഫാദറിൻ്റെ കോൺടാക്ട് നമ്പർ കിട്ടി. അങ്ങനെ ഞാൻ വിളിച്ചപ്പം അച്ഛൻ പറഞ്ഞു ഫുൾ മൊഡ്യൂൾ ഉണ്ടല്ലോ, നമുക്ക് പ്രോസസ്സിങ് തുടങ്ങാം. അങ്ങനെ എല്ലാ സർട്ടിഫിക്കറ്റുകളും ഞാൻ അയച്ചു കൊടുത്തു അച്ഛന്. അങ്ങനെ പ്രോസസ്സിങ് തുടങ്ങി. പെട്ടെന്ന് തന്നെ ഒരു 20 ദിവസത്തിനുള്ളിൽ ഇൻ്റർവ്യൂ എനിക്ക് കിട്ടി. ഇൻ്റർവ്യൂവിനാണെങ്കിൽ
എനിക്ക് ഭയങ്കര പേടിയായിരുന്നു. പക്ഷെ എന്നാലും എനിക്ക് അറിയാവുന്ന ക്വസ്റ്റ്യൻസും പറയാൻ പറ്റുന്നത് ഞാൻ നന്നായിട്ട് പറയുകയും ചെയ്തു. എനിക്ക് പറയാനും പറ്റി. എന്നോട് കൂടുതൽ ഇങ്ങോട്ട് ചോദിക്കുന്നതിനേക്കാളും അവരെനിക്ക് ഇങ്ങോട്ട് ജർമ്മനിനെക്കുറിച്ച് പറഞ്ഞു തരുമായിരുന്നു എന്നോട് ചെയ്തത്. അങ്ങനെ ആ ഇൻ്റർവ്യൂ പാസ്സായി. അതിനുശേഷം എനിക്ക് കോൺട്രാക്റ്റ് വരുന്നതേ ഇല്ലായിരുന്നു. എൻ്റെ ഫ്രണ്ട്സിനൊക്കെ 1.5 ആഴ്ച കൊണ്ട് 2 ആഴ്ച കൊണ്ടൊക്കെ കോൺട്രാക്റ്റ് വരുമ്പം എനിക്ക് 1 മാസം ആയിട്ടും കോൺട്രാക്റ്റ് വരുന്നില്ല. അങ്ങനെ ഞാൻ എൻ്റെ ഉടമ്പടി പുതുക്കാൻ വന്നു ജൂലൈ 2-ാം തീയതി. അങ്ങനെ ഉടമ്പടിയിൽ നിയോഗം വെച്ച് എൻ്റെ കോൺട്രാക്റ്റ് വരാൻ വേണ്ടി ഞാൻ നിയോഗം വെച്ചിരുന്നു. അന്ന് ഞാൻ അച്ഛനെ കണ്ട് അച്ഛൻ്റെ ബ്ലെസ്സിങ് വാങ്ങി. അങ്ങനെ എനിക്ക് ഇവിടുന്ന് പോയി ഒരാഴ്ചയ്ക്കുള്ളിൽ എൻ്റെ കോൺട്രാക്റ്റ് വന്നു. അതിനുശേഷം ഞാൻ VFSന് പെട്ടെന്ന് തന്നെ എനിക്ക് ഡേറ്റ് കിട്ടി. അങ്ങനെ ഞാൻ കൊച്ചിയിൽ VFSന് പോയി. അവിടെ ഞാൻ തലേദിവസം ഞാൻ എൻ്റെ എല്ലാ സർട്ടിഫിക്കറ്റുകളും കാശുരൂപം വെച്ച് വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിക്കുകയും VFS സെൻറ്ററിൽ ഉപ്പിട്ട് പ്രാർത്ഥിക്കുകയും വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിക്കുകയും ചെയ്തിട്ടായിരുന്നു എല്ലാം സബ്മിറ്റ് ചെയ്തത്. അത് കഴിഞ്ഞിട്ട് എൻ്റെ വിസ വരാൻ പിന്നെയും ഡിലേ ആയി, കുറേ ദിവസം ഡിലേ ആയി. എല്ലാവർക്കും 2.5-3 ആഴ്ച കൊണ്ട് വരുമ്പോൾ എനിക്ക് 1 മാസം കഴിഞ്ഞിട്ടും വരുന്നില്ല. അങ്ങനെ ഞാൻ കഴിഞ്ഞ സെപ്റ്റംബർ 16-ാം തീയതി ജോസഫച്ചൻ്റെ അടുത്ത് ബഹുമാനപ്പെട്ട ജോസഫച്ചൻ്റെ അടുത്ത് ബ്ലെസ്സിങ് വാങ്ങിക്കാൻ വന്നിട്ടുണ്ടായിരുന്നു. എൻ്റെ മോട്ടിവേഷൻ ലെറ്ററും അതിൻ്റെ കോപ്പിയും പാസ്പോർട്ടിൻ്റെ കോപ്പിയും എല്ലാം ആയിട്ടാണ് ഞാൻ വന്നത്. അങ്ങനെ അച്ഛൻ മാതാവിൻ്റെ അടുത്ത് പ്രാർത്ഥിച്ച് എന്നെ ബ്ലെസ് ചെയ്തു. അങ്ങനെ എനിക്ക് 3 ദിവസം കഴിഞ്ഞ് 19-ാം തീയതി എനിക്ക് വിസ ഡിസ്പാച്ച്ഡ് ആയി എന്ന് പറഞ്ഞ് മെയിൽ വന്നു. 20-ാം തീയതി ഇന്നലെ എനിക്ക് എൻ്റെ ജർമ്മൻ വിസ എൻ്റെ കയ്യിൽ കിട്ടി. അമ്മ മാതാവിനും തിരുക്കുമാരനും കോടാനുകോടി നന്ദി. അത് കഴിഞ്ഞ് ഫിനാൻഷ്യൽ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാരണം എനിക്കൊരു ജർമ്മൻ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിപ്പിക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. അത് ഞാൻ നിയോഗത്തിൽ വെച്ചിരുന്നു. അങ്ങനെ എനിക്ക് അമ്മ മാതാവ് ഞാൻ ഇവിടുന്ന് നിയോഗം എഴുതി പ്രാർത്ഥിച്ച് പുതുക്കിയ ഉടമ്പടി കഴിഞ്ഞ് ഒരാഴ്ചയ്ക്കുള്ളിൽ എനിക്ക് എൻ്റെ വീടിനടുത്തുള്ളൊരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ എനിക്ക് പഠിപ്പിക്കാനൊരു അവസരം കിട്ടുകയും ഞാൻ അമ്മേനോട് ഒരു 10,000 രൂപ മാത്രമേ ചോദിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. അമ്മ എനിക്ക് 15,000 രൂപയിലാണ് എനിക്ക് സാലറി തന്ന് അമ്മ അനുഗ്രഹിച്ചത്. അമ്മയ്ക്കും തിരുക്കുമാരനും കോടാനുകോടി നന്ദി. ഞാൻ എന്നോട് ആദ്യം ഏജൻസിയിൽ നിന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് ഡിഗ്രി ഉള്ളത് കാരണം ഡിഗ്രി വെച്ചിട്ടുണ്ടെങ്കിൽ റിജക്ഷൻ വരുന്നത്. അങ്ങനെ ഞാൻ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റൊക്കെ ആക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷേ അച്ഛൻ്റെ എഴുതി കൊടുത്തപ്പോൾ അച്ഛൻ പറഞ്ഞു അതൊന്നും വേണ്ട, ഡിഗ്രി വെച്ചോ കുഴപ്പമില്ല. എനിക്ക് പിന്നെ ഇയർ ഗ്യാപ്പും ഉണ്ടായിരുന്നു. അങ്ങനെ മോട്ടിവേഷൻ ലെറ്റർ നന്നായിട്ട് എഴുതിയാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ മാതാവിൻ്റെ ഉടമ്പടി കാശുരൂപം പിടിച്ച് പ്രാർത്ഥിച്ച് ഞാനൊരു 6 പേജോളം മോട്ടിവേഷൻ ലെറ്റർ എഴുതി. അങ്ങനെയാണ് ഞാനത് VFSൽ കൊണ്ടുപോയി സബ്മിറ്റ് ചെയ്തത്. അങ്ങനെ ഇന്നലെ എനിക്ക് എൻ്റെ വിസ കിട്ടി. ഞാൻ എല്ലാ ചൊവ്വാഴ്ചകളിലും അച്ഛൻ്റെ ഉടമ്പടി ധ്യാനം കൂടുമായിരുന്നു. എല്ലാ പ്രാർത്ഥനകളും ചെല്ലുമായിരുന്നു. പിന്നെ ഞാൻ ഞായറാഴ്ചകളിൽ മാത്രമേ വിശുദ്ധ കുർബാനയ്ക്ക് പോയിട്ടുണ്ടായിരുന്നുള്ളൂ. ഉടമ്പടി എടുത്ത് പിന്നെ എല്ലാ ദിവസവും ഞാൻ വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. പിന്നെ എനിക്ക് കുറച്ച് ദേഷ്യമൊക്കെ പെട്ടെന്ന് വരുന്ന ഒരു പ്രകൃതമായിരുന്നു. അതെല്ലാം എനിക്ക് അമ്മ മാതാവിലൂടെ എനിക്ക് കുറേ ദേഷ്യം കുറയ്ക്കാൻ പറ്റിയിട്ടുണ്ട്. മറ്റുള്ളവരെ സഹായിക്കാൻ ഒരു മനസ്സ് ഉണ്ടായിട്ടുണ്ട്. പരിശുദ്ധ അമ്മയിലൂടെ ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും ഞാൻ നന്ദി പറയുന്നു. പിന്നെ ഓഗസ്റ്റ് മാസത്തിലെ ഒരു ഉടമ്പടി ധ്യാനത്തിൽ ജോസഫ് അച്ഛൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു 44 ദിവസങ്ങൾക്കുള്ളിൽ നിങ്ങളുടെ കാര്യം സാധിച്ചു കിട്ടുമെന്ന്. അത് ഞാൻ പൂർണ്ണമായി വിശ്വസിച്ചു. അങ്ങനെ എനിക്ക് 44 ദിവസങ്ങൾക്കുള്ളിൽ തന്നെ എൻ്റെ നിയോഗം സാധിച്ചു കിട്ടി. പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഞാൻ ചെയ്തത് കൃപാസന പത്രം എല്ലാവർക്കും ഞാൻ കാണുന്ന എല്ലാവർക്കും അത് കൊടുക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ചൊവ്വാഴ്ച ഞാൻ വന്നപ്പം ഞാൻ 2 കെട്ട് പത്രം വാങ്ങി ആലുവ റെയിൽവേ സ്റ്റേഷനിൽ പോയി ഒരു പ്ലാറ്റ്ഫോം ടിക്കറ്റ് എടുത്ത് അവിടെ എല്ലാവർക്കും ഞാൻ കൊടുത്തു. അവിടെ കുറേ പേരെന്നെ കളിയാക്കി കൂട്ടം കൂടി നിന്ന് ചിരിക്കുകയൊക്കെ ചെയ്തു. പക്ഷെ ഞാനതൊന്നും മൈൻഡാക്കിയില്ല. പിന്നെ ഞാൻ കൃപാസനത്തിൽ പ്രത്യക്ഷീകരണ മധ്യസ്ഥ പ്രാർത്ഥന എഴുതിയിട്ട് അത് ഉടമ്പടി കൃപാസന പത്രത്തിലൂടെ പിൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നിത്യാരാധന ചാപ്പലിലൊക്കെ ബാക്കി വരുന്ന പ്രാർത്ഥനയൊക്കെ ഞാൻ കൊണ്ടുപോയി വെച്ചിട്ടുണ്ട്. പിന്നെ ജപമാല റാലിക്ക് വേണ്ടി എന്നാൽ കഴിയുന്ന ഒരു തുക ഞാൻ അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. കാരുണ്യ പ്രവൃത്തിയായിട്ട് ചെയ്തുകൊണ്ടിരുന്നത് ഞാൻ വീടിനടുത്തുള്ള ഒരു ഓൾഡ് ഏജ് ഹോമിൽ അവിടെയുള്ള ആൾക്കാരെ ശുശ്രൂഷിക്കാൻ പോയിട്ടുണ്ട്. എനിക്ക് കൂടുതൽ ദിവസം പോകാൻ പറ്റിയിട്ടില്ല. പക്ഷെ ഞാൻ 1-2 പ്രാവശ്യം പോയിട്ടുണ്ട്. പിന്നെ വഴിയരികിലൊക്കെ കാണുന്ന രോഗികൾക്കൊക്കെ എന്നാൽ കഴിയുന്ന ധനസഹായം ഞാൻ ചെയ്തിട്ടുണ്ട്. ഇത്രയും നന്മകൾ നൽകിയ കൃപാസന മാതാവിനും
തിരുക്കുമാരനും കോടാനുകോടി ഞാൻ നന്ദി പറയുന്നു. ഇവിടെ നിൽക്കാൻ അവസരം തന്ന മാതാവിനും ഈശോയ്ക്കും 1000 നന്ദി പറയുന്നു. ഞാൻ ആദ്യമായി ഉടമ്പടി എടുത്തത് 2024 ജനുവരി 14 തീയതിയാണ്. ഇതെൻ്റെ രണ്ടാമത്തെ സാക്ഷ്യമാണ്. എനിക്കും എൻ്റെ മകനും കിട്ടിയ രോഗസൗഖ്യത്തെക്കുറിച്ച് പറയാനാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത്. എനിക്ക് 5 വർഷമായിട്ട് തുമ്മൻ്റെ അലർജി ഉണ്ടായിരുന്നു. അത് ഞാൻ ഹോസ്പിറ്റലിൽ കൊണ്ട് കാണിച്ച് ഗുളിക കഴിച്ചു. പക്ഷേ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ എനിക്ക് ഗുളിക പോലും കഴിക്കാൻ പറ്റാത്തൊരവസ്ഥയായി. അതും അലർജിയായിട്ട് മാറി. അത് കഴിച്ചു കഴിഞ്ഞാൽ എനിക്ക് എപ്പോഴും ക്ഷീണവും ഉറങ്ങണം എന്നുള്ള ചിന്തയായി. അങ്ങനെ വീട്ടിൽ ജോലിയൊന്നും ചെയ്യാൻ പറ്റില്ല. അങ്ങനെ ഞാൻ പിന്നെ കുറേ ദിവസം കഴിഞ്ഞ് ഡോക്ടറെ കൊണ്ട് ഒന്നുകൂടെ കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു ഗുളിക കഴിക്കാൻ പറ്റുന്നില്ല എങ്കിൽ അത്യാവശ്യം വരും, അതായത് തുമ്മുന്ന സമയത്ത് മാത്രം ഒരു ഗുളിക കഴിച്ചാൽ മതിയെന്ന് പറഞ്ഞു. പക്ഷേ അതും കഴിക്കാൻ പറ്റാതെ രാത്രി ഉറക്കവും ഇല്ല. അങ്ങനെ ഭയങ്കര ബുദ്ധിമുട്ടായി ഞാൻ കഴിഞ്ഞു. അങ്ങനെ കുറേ കാലം കഴിഞ്ഞിട്ട് ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു. ഇവിടുത്തെ തൈലവും ഉപ്പ് ഉപയോഗിച്ച് അങ്ങനെ എൻ്റെ ആ അലർജി മാറിക്കിട്ടി. അടുത്ത രണ്ടാമത്തെ സാക്ഷ്യം എൻ്റെ ശ്വാസം മുട്ട്. അതും ഇതുപോലെ ശ്വാസം മുട്ട് കാരണം എനിക്ക് ഉറങ്ങാനോ ഒന്നും പറ്റില്ലായിരുന്നു. സൺഡേ പള്ളിയിൽ പോലും പോകാൻ പറ്റാത്ത അവസ്ഥയായി മാറി. അങ്ങനെ ഞാൻ ഒത്തിരി വിഷമിച്ചു. ഒരു ഞായറാഴ്ച ദിവസം പള്ളിയിൽ പോലും നേരെ പോകാൻ പറ്റുന്നില്ല. മാതാവേ എന്ന് ഞാൻ കരഞ്ഞു പ്രാർത്ഥിക്കുകയും അപ്പം പള്ളിയിൽ പോകത്തോണ്ട് ഞങ്ങളടുത്ത് എന്നോട് ഒത്തിരി ചോദിച്ചുകൊണ്ട് നീ എന്താ പള്ളി വരാത്തത്. അപ്പം ഞാൻ പറയും എനിക്ക് സുഖമില്ലായിരുന്നു. അപ്പം ചോദിക്കും അതെന്തെന്ന് ചോദിക്കും. ഈ ഞായറാഴ്ച ദിവസം നീ വരാതെ ഇങ്ങനെ മടിക്കണേ എന്തിനെന്ന് ചോദിക്കും. അപ്പം ഞാൻ പറയും എനിക്ക് ശ്വാസം മുട്ട് കാരണം എനിക്ക് വരാൻ പറ്റിയില്ല എന്ന് പറയും. കാരണം ഞാൻ രാത്രി ഉറക്കവും ഇല്ല. എൻ്റെ മക്കളും ഹസ്ബൻഡ് നന്നായിട്ട് കിടന്ന് ഉറങ്ങുമ്പോൾ ഞാൻ അവരെ നോക്കിയിരുന്ന് കരയാറാണ് ഞാൻ ചെയ്യുന്നത്. കാരണം എനിക്ക് അത്രയ്ക്ക് പിടിച്ച് നിൽക്കാൻ പറ്റാത്തൊരവസ്ഥ, കുളിക്കാൻ പറ്റില്ല. അങ്ങനെ ഭയങ്കര ഒരു ബുദ്ധിമുട്ടായിരുന്നു. ഞാൻ കുളിക്കാൻ കയറുമ്പോൾ തന്നെ ഫാൻ എടുത്ത് ഫ്രണ്ടിൽ അവിടെ സീലിംഗ് ഫാൻ എടുത്ത് വെച്ചിട്ട് ആണ് കുളിക്കാൻ കയറുന്നത് തന്നെ. കുളിച്ചിറങ്ങുമ്പോൾ തന്നെ എൻ്റെ മക്കൾ കൊണ്ട് ഫാനാണ് ആദ്യം എനിക്ക് അടുത്ത് കൊണ്ട് വെച്ച് തരുന്നത്. അത്രയ്ക്ക് എനിക്ക് ബുദ്ധിമുട്ടായിരുന്നു. അങ്ങനെ ഞാൻ ഇവിടെ വന്ന് മാതാവിനോട് പറഞ്ഞു മാതാവി എനിക്ക് പറ്റുന്നില്ല, എനിക്ക് ഒരിടം പോകാൻ പറ്റുന്നില്ല, എൻ്റെ മക്കൾക്കൊന്നും ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്നില്ല. അങ്ങനെ ഭയങ്കര വിഷമമായിരുന്നു. ഞാൻ മാതാവിനോട് ഇന്ന് കരഞ്ഞു പ്രാർത്ഥിക്കുകയും ഇവിടുത്തെ തൈലവും ഉപ്പ് ഉപയോഗിക്കുകയും ചെയ്തായിരുന്നു. അങ്ങനെ ഇവിടെ വന്ന് 5ാമത്തെ പുതുക്കൽ കഴിഞ്ഞ് പോയപ്പോൾ ഞാൻ പറഞ്ഞു മാതാവേ അടുത്ത് വരുമ്പോൾ എനിക്കിവിടെ സാക്ഷ്യം പറയാനുള്ള ഒരു അനുഗ്രഹം കൂടെ മാതാവേ നീ എനിക്ക് തരണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചു കരഞ്ഞു. പക്ഷേ അതുപോലെ തന്നെ ഞാനിപ്പോൾ വന്നപ്പോൾ എനിക്ക് ഇത് സാക്ഷ്യം പറയാനുള്ള ഒരു അനുഗ്രഹം അമ്മ മാതാവും തിരുകുമാരനും എനിക്ക് തന്നു. അവർക്ക് 1000 നന്ദി. പിന്നെ 3ാമത്തെ സാക്ഷ്യം എന്ന് പറയുന്നത് എൻ്റെ പ്രമാണം. എൻ്റെ ഹസ്ബൻഡ് സുഖമില്ലാതെ കിടന്ന കാരണം എനിക്ക് ആ ലോൺ അടയ്ക്കാൻ പറ്റിയില്ലായിരുന്നു. അങ്ങനെ 2 വർഷം അത് പലിശ കയറി അങ്ങ് പോയി. അപ്പോൾ അടയ്ക്കാൻ ഒരു നിവൃത്തിയില്ലാതെ വന്നപ്പോൾ ഞാൻ മാതാവിനോട് പറഞ്ഞു മാതാവ് എന്നെക്കൊണ്ട് പറ്റുന്നില്ല, ഹസ്ബൻഡ് ജോലിക്ക് മാത്രമാണ് പോകുന്നത്, ഞാൻ വീട്ടിൽ തന്നെ. അപ്പം ഞാൻ പറയും മാതാവേ ഒരാളെ ജോലി കൊണ്ട് എനിക്ക് ഈ ലോണൊന്നും അടച്ച് പറ്റുന്നില്ല, അമ്മ മാതാവ് എനിക്ക് എന്തെങ്കിലും ഒരു വഴി കാണിച്ചു തരണമെന്ന് ഞാൻ എന്നും കരഞ്ഞ് പ്രാർത്ഥിക്കുമായിരുന്നു. അങ്ങനെ ഒരു ദിവസം അവിടുന്ന് ബാങ്കിൽ നിന്ന് നോട്ടീസ് വരും, ഇത്ര രൂപ കൊണ്ട് അടയ്ക്കണം എന്ന് പറഞ്ഞ് മാസം തോറും അവർ നോട്ടീസ് അയക്കും. ഫോൺ വിളിയായി. എനിക്ക് എപ്പോഴും ഫോൺ എടുത്ത് അവരെടുത്ത് ഓരോ എക്സ്ക്യൂസ് പറയുകയായിരുന്നു എൻ്റെ മെയിൻ ജോലി. അങ്ങനെ ഞാൻ അവർ കോൾ വരുമ്പോൾ തന്നെ ഞാൻ മാക്സിമം എടുക്കാതിരിക്കാൻ ശ്രമിച്ചാലും അവർ വേറെ നമ്പറിൽ നിന്നൊക്കെ മാറി വിളിക്കുമായിരുന്നു. അങ്ങനെ അടയ്ക്കണമെന്ന് പറഞ്ഞ് അവരെന്നെ ശല്യം ചെയ്തുകൊണ്ടിരുന്നു. അങ്ങനെ ഞാൻ മാതാവിൻ്റെ അടുത്ത് ഇവർ വിളിക്കുന്ന സമയത്ത് തന്നെ ഞാൻ മാതാവിൻ്റെ അടുത്ത് ചെന്നിരുന്ന് മെഴുതിരി കത്തിച്ച് പ്രാർത്ഥിക്കും, മാതാവ് ഇനി അവരെന്നെ വിളിക്കാൻ നീ ഇടവരുത്തരുത്, എത്രയും പെട്ടെന്ന് എനിക്ക് ലോൺ അടച്ച് ക്ലോസ് ചെയ്ത് എനിക്ക് ആ പ്രമാണം എൻ്റെ വീട്ടിൽ കൊണ്ടുവരാൻ അമ്മ മാതാവ് എന്നെ അനുഗ്രഹിക്കണമെന്ന് ഞാൻ കരഞ്ഞ് പ്രാർത്ഥിച്ചു. അങ്ങനെ എനിക്ക് എൻ്റെ കുറച്ച് സ്വർണവും അല്ലാതെ പുറത്തുനിന്ന് ഞാനൊരു ഡേറ്റ് ഇട്ട് പറഞ്ഞിരുന്നു, മെയ് 12 ഈ വർഷം. ആ ഡേറ്റിൽ എൻ്റെ അമ്മ മാതാവ് എനിക്ക് പ്രമാണം എങ്ങനെയെങ്കിലും എൻ്റെ കയ്യിൽ ആ പ്രമാണം വരണം എന്ന് ഞാൻ മാതാവിനോട് കരഞ്ഞെന്നും പ്രാർത്ഥിക്കുമായിരുന്നു. അങ്ങനെ എങ്ങനെയൊക്കെ എൻ്റെ കയ്യിൽ കുറേ പൈസകൾ വന്നു. അത് അമ്മ മാതാവ് തന്നതാണെന്ന് എനിക്ക് ഉറപ്പുണ്ട്. എന്നിട്ട് ലാസ്റ്റ് അവസാനമായപ്പോൾ എനിക്ക് ഒരു 10,000 രൂപ അത്യാവശ്യം ഉണ്ടായിരുന്നു. അങ്ങനെ അത് കിട്ടുമെന്നുള്ളൊരു ചിട്ടിയിൽ അത് എൻ്റെ പേര് കിട്ടുമെന്നുള്ളൊരു പ്രതീക്ഷയിൽ ഞാൻ അവിടെ ഇരുന്നു. പക്ഷേ ആ ചിട്ടി വേറൊരാൾക്കാണ് കിട്ടിയത്. അപ്പോൾ ഞാൻ മാതാവിനോട് പറഞ്ഞു മാതാവേ ഈ പ്രതീക്ഷയും പോയല്ലോ, ഇനി ഞാൻ എന്ത് ചെയ്യും, നാളെയല്ല ഞാൻ പറഞ്ഞ ഡേറ്റ്, മാതാവേ എനിക്കിന്ന് രാത്രി എങ്ങനെയെങ്കിലും രാവിലെ എണീക്കുമ്പോൾ എൻ്റെ അക്കൗണ്ടിൽ ഈ 10,000 രൂപ എനിക്ക് എങ്ങനെയെങ്കിലും ആരെങ്കിലും ഇട്ട് തന്ന് സഹായിക്കണേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചു. ഞാൻ ഇതിൻ്റെ തലേ ദിവസം ഞാൻ അവിടെ നിന്ന് കരഞ്ഞുകൊണ്ടിരിക്കുക, ഞാൻ ഉറങ്ങിയിട്ടില്ല. ഉറങ്ങാതെ ഇവരെല്ലാം കിടന്ന് ഉറങ്ങിയപ്പോഴും ഞാൻ 5:30 വരെയും മാതാവിൻ്റെ അടുത്ത് ചെന്നിരുന്നിട്ട് ഒരു കസേര എടുത്തിട്ട് മാതാവിൻ്റെ അടുത്ത് ചെന്നിരുന്നിട്ട് ഞാൻ കരഞ്ഞിരുന്നു. ഞാൻ പറഞ്ഞു മാതാവേ നാളെ പ്രമാണം കിട്ടുമെന്നുള്ളൊരു പ്രതീക്ഷയിൽ ഞാൻ ചേട്ടനോട് പറഞ്ഞു, ചേട്ടാ നാളെ ഉറപ്പായിട്ട് ഞങ്ങൾക്ക് പ്രമാണം എടുക്കാൻ പറ്റും, മാതാവ് ഞങ്ങളെ സഹായിക്കുമെന്ന് പറഞ്ഞുകൊണ്ടിരുന്നു. എന്നിട്ട് ഇവർ കിടന്ന് ഉറങ്ങി. ഞാൻ 5:30 ഉറങ്ങാതെ ഇങ്ങനെ ഇരിക്കുന്നു. എന്നിട്ട് ഞാൻ മാതാവിനോട് പറയുന്നു മാതാവേ നാളെ 11 മണിക്ക് എൻ്റെ അക്കൗണ്ടിൽ പൈസ വരും എന്ന ഉറപ്പാണ് എന്ന് ഞാൻ പറഞ്ഞിട്ട് ഇങ്ങനെ ഞാൻ 5:30 ശേഷം ഞാൻ കിടന്നുറങ്ങി.
അങ്ങനെ ഒരു 8:30 മണിയായപ്പോൾ എൻ്റെ ഫോണിലൊരു കോള് വന്നു. എന്നോട് ചോദിച്ചു പൈസ ആയോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞില്ല, എനിക്ക് ബുധനാഴ്ച ഒരു ചിട്ടി പൈസ ഒരാൾ തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞു. അപ്പം അയാൾ പറഞ്ഞു, ഒരു കാര്യം ചെയ്യ്, ഈ 10,000 രൂപ ഞാൻ ഇപ്പം നിനക്ക് തരാം, ആ ചിട്ടി കിട്ടുമ്പോൾ നീ എനിക്ക് തിരിച്ച് തന്നാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ എനിക്ക് സന്തോഷമായി. ഞാൻ ആദ്യം ചെന്ന് നോക്കിയത് സമയം എത്രയാണെന്നാണ് നോക്കിയപ്പോൾ സമയം 8:30 മണി ആയതേ ഉള്ളൂ. അപ്പം ഞാൻ മാതാവിനോട് പറഞ്ഞു, മാതാവ് ഞാൻ 11 മണി സമയം ചോദിച്ചു, പക്ഷേ എനിക്ക് മാതാവ് 8:30 ആയപ്പോൾ തന്നെ എൻ്റെ കയ്യിൽ ആ പൈസ തന്നു, അനുഗ്രഹിച്ചു. ഈശോയ്ക്കും മാതാവിനും 1000 നന്ദി. അടുത്ത 4ാമത്തെ സാക്ഷ്യം എന്ന് പറയുന്നത് ഇതെൻ്റെ മൂത്ത മകനാണ്. ഇവന് 1ാം ക്ലാസ് മുതൽ ഒരു വയറുവേദന വന്നു. അപ്പം ഞങ്ങൾ വിചാരിച്ചു കുട്ടിയല്ലേ, അതിൻ്റെ ബുദ്ധിമുട്ടായിരിക്കുമെന്ന് പറഞ്ഞ് ഞാൻ കാര്യമാക്കിയില്ല. അവർ 2-3 ദിവസം കഴിഞ്ഞ് പിന്നെയും പറയണം, അമ്മ എനിക്ക് വയറുവേദന എടുക്കണം, ഹോസ്പിറ്റലിൽ പോകാമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, മക്കളെ നമുക്കൊരു കാര്യം ചെയ്യാം, ഹോസ്പിറ്റലിൽ കൊണ്ട് കാണിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ഇവനെയും കൊണ്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കാണിച്ചു, ഗുളികയുമായി വീട്ടിൽ വന്നു. ഇവൻ എന്നിട്ടും ഇടയ്ക്കിടയ്ക്ക് പറയും, അമ്മ വയറുവേദന കുറയുന്നില്ല എന്ന്. അപ്പം ഞാൻ പറഞ്ഞു, മക്കളെ നീ ആഹാരം നേരെ ഒന്നും കഴിക്കില്ലല്ലോ, അതിപ്പോൾ അതിൻ്റെ ബുദ്ധിമുട്ടായിരിക്കും എന്ന് പറഞ്ഞ് ഞാൻ ഇവനെ പറയുമായിരുന്നു. അപ്പോൾ എനിക്ക് ഈ ശ്വാസമുട്ടുള്ളത് കൊണ്ട് ഞാൻ ഇവനെ എപ്പോഴും ആശുപത്രി കൊണ്ടുപോകാനും എനിക്ക് ബുദ്ധിമുട്ടായിരുന്നു. അങ്ങനെ കഴിഞ്ഞ് 5 കൊല്ലം വരെ ഇങ്ങനെ ഹോസ്പിറ്റൽ കയറി ഇറങ്ങി ഞാൻ നടന്നു. അങ്ങനെ 5ാമത്തെ കൊല്ലമായപ്പോൾ ഞാൻ ഡോക്ടറെ അടുത്ത് പറഞ്ഞു, ഡോക്ടർ ഞാൻ 5 വർഷം കൊണ്ട് ഇവനെയും കൊണ്ട് ഓരോ ഹോസ്പിറ്റലിൽ കയറി ഇറങ്ങുകയാണ്, ഇനി എനിക്ക് പറ്റില്ല, അതുകൊണ്ട് ഡോക്ടർ എങ്ങനെയെങ്കിലും ഇവനൊരു സ്കാനിങ് എഴുതി തരണമെന്ന് പറഞ്ഞു. അങ്ങനെ ഡോക്ടർ ചോദിച്ചു, ഇപ്പം സ്കാനിങ് എടുക്കേണ്ട വേറെ ബുദ്ധിമുട്ടൊന്നും ഇല്ലല്ലോ, ഒരു വയറുവേദനയല്ലേ, അത് അവൻ കുഴപ്പമില്ല, അത് ഗുളിക കഴിച്ചാൽ മാറും. ഞാൻ പറയും, ഇല്ല ഡോക്ടറെ, ഇത്രയും വർഷം കഴിച്ചിട്ടും അവന് ഒരു മാറ്റവും ഇല്ല, അവന് ഉറക്കവും ഇല്ല. അങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ അവർ പിന്നെ ശരി, എൻ്റെ നിർബന്ധത്തിൽ അവരെനിക്ക് സ്കാനിങ്ങിന് എഴുതി തന്നു. ആ സ്കാനിങ് എടുത്തപ്പോഴേ ഡോക്ടർ ഇതിൽ വേറെ ഒരു കുഴപ്പമൊന്നും ഇല്ലല്ലോടോ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഇല്ല ഡോക്ടർ, ഇവൻ ആഹാരമൊന്നും നേരെ കഴിക്കുന്നില്ല, ഇവൻ ഉറങ്ങുന്നില്ല, ഇവന് എപ്പോഴും വയറുവേദന, അങ്ങനെ ഇവന് സ്കൂളിൽ പോകുന്നില്ല, ഇവൻ സ്കൂൾ തുറന്ന് ഒരാഴ്ച മാക്സിമം പോവും, അത് വയറുവേദന എന്ന് പറഞ്ഞ് പിന്നെ 1-2 ആഴ്ച വീട്ടിൽ തന്നെ പോകാൻ പറ്റാതെയാവും. അപ്പം ഞാൻ ഇവനെ വിളിക്കുമ്പോൾ പറയാം, അമ്മയ്ക്ക് വയ്യാത്തതുകൊണ്ട് നമുക്ക് പോകണ്ട അമ്മ, കുഴപ്പമില്ല, ഞാൻ വേദന സഹിച്ചോളാം എന്ന് പറഞ്ഞു. അങ്ങനെ 7 വർഷം അങ്ങനെ പോയി. ഇപ്പം ഈ 7ാമത്തെ വർഷം സ്കൂൾ തുറന്ന് ആദ്യത്തെ ഒരു ദിവസം അവൻ സ്കൂളിൽ പോയി. അന്ന് വൈകിട്ട് വന്നിട്ട് പറയണ, അമ്മ എനിക്ക് പഴയതുപോലെ വയറുവേദന എടുക്കുന്നു, എനിക്ക് അന്നത്തെ പോലെയൊന്നും അല്ല, എനിക്ക് ഭയങ്കര വേദന, എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല അമ്മ, എന്ത് ചെയ്യും? ഞാൻ പറഞ്ഞു, മക്കളൊരു കാര്യം ചെയ്യും, ഇന്നിപ്പോൾ ഈ സമയത്ത് പോയി കഴിഞ്ഞാൽ ഡോക്ടറെ കാണാൻ പറ്റില്ല, നമുക്ക് നാളെ പോയി ഡോക്ടറെ കാണാമെന്ന് പറഞ്ഞ് ഞാൻ പിറ്റേന്ന് ഡോക്ടറെ പോയി കണ്ടു. അപ്പോൾ ഡോക്ടർ പറഞ്ഞ് തിങ്കളാഴ്ച വന്നിട്ട് നമുക്കൊരു സ്കാനിങ് ഒന്നുകൂടെ എടുത്ത് നോക്കാം എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ പറഞ്ഞില്ല സിസ്റ്ററെ, എനിക്ക് ഇന്ന് തന്നെ സ്കാനിങ് എടുക്കണം, കാരണം അവൻ സ്കൂളിൽ ഒരാഴ്ച പോവാതെ നിൽക്കുകയാണ്, അതുകൊണ്ട് എങ്ങനെയെങ്കിലും ഈ സ്കാനിങ് എടുത്ത് എന്താണ് പ്രശ്നമെന്ന് അറിയണമെന്ന് പറഞ്ഞു. അങ്ങനെ എല്ലാ അമ്മമാരും വിചാരിക്കും, ഈശോയെ എൻ്റെ മക്കൾക്ക് ഒരു ആപത്തും വരുത്തരുതെന്നാണ് പ്രാർത്ഥിക്കുന്നത്. പക്ഷെ ഞാൻ പ്രാർത്ഥിച്ചത് അങ്ങനെയല്ല. ഈ റിസൾട്ടിലൂടെ അവന് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ എനിക്കിത് അമ്മ മാതാവ് റിസൾട്ടിലൂടെ കാണിച്ചു തരണമെന്ന് പറഞ്ഞിരുന്നു. അങ്ങനെ ഇവൻ്റെ കഴുത്തിലൊരു കാശ് രൂപമുണ്ട്. ഞാൻ ആ കാശ് രൂപ ഊരി അവൻ്റെ പോക്കറ്റിലിട്ടിട്ട് ഞാൻ പറഞ്ഞു, മക്കൾ നീ ഇത് കയറുമ്പോൾ കയ്യിലെടുത്ത് വെച്ചിട്ട് വേണം സ്കാനിങ്ങിന് കയറാൻ. അങ്ങനെ അവൻ അതും കൊണ്ട് അകത്ത് പോയപ്പോൾ ഞാൻ പുറത്തിരുന്ന് ഇവിടുന്ന് മൊബൈലിൽ സാക്ഷ്യവും കേട്ടിട്ട് ഞാൻ ഇരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്, വിശ്വാസ പ്രമാണം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, മാതാവേ അവൻ ഇറങ്ങി വരുമ്പം അവൻ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ എൻ്റെ അമ്മ മാതാവേ നീ ആ റിസൾട്ട് കൂടെ എനിക്ക് കാണിച്ചു തരണമെന്ന് ഞാൻ പറഞ്ഞു. അങ്ങനെ അവൻ വന്നു, ഡോക്ടറെ കൊണ്ട് റിസൾട്ട് കാണിച്ചു. ഡോക്ടർ റിസൾട്ട് നോക്കിയിട്ട് പറഞ്ഞു, എടാ ചെറിയൊരു വേരിയേഷൻ കാണുന്നുണ്ട്. അപ്പം ഞാനൊന്ന് ഞെട്ടി. ഞാൻ പറഞ്ഞു, അയ്യോ മാതാവേ എന്നിങ്ങനെ ഒരു വിളിച്ചു. അപ്പോൾ അവർ പറഞ്ഞു, ഇയാൾ പേടിക്കൊന്നും വേണ്ട, അത് അവൻ കുഞ്ഞിലെ ഈ ബിങ്കോ, ലേസ്, നൂഡിൽസ് ഇങ്ങനെയുള്ള ഐറ്റം ഒത്തിരി കഴിക്കുമായിരുന്നു. അപ്പോൾ അത് കഴിച്ചിട്ട് അവൻ ഇൻഫെക്ഷൻ ആയതാണ്. അപ്പം എന്നോട് പറഞ്ഞു, ഒരു കാര്യം ഇനി എണ്ണ ഐറ്റംസ് ഒന്നും കൊടുക്കണ്ട, ഈ പറഞ്ഞ സാധനങ്ങളൊന്നും അവനങ്ങ് ഫുള്ള് വെച്ച് നിർത്താൻ പറഞ്ഞു. അങ്ങനെ ഞാൻ ഫുൾ അവന് കൊടുക്കാതെയായി. പിന്നെ അവന് ഫ്രൂട്ട്സാണ് വാങ്ങിച്ച് കൊടുക്കുന്നത്. അങ്ങനെ അത് കഴിഞ്ഞ് കുറേ ദിവസം അങ്ങനെ ആ ഗുളിയുടെ പുറത്ത് അങ്ങ് മാറി. അങ്ങനെ കുറേ കഴിഞ്ഞിട്ട് അവൻ പിന്നെ ഇത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഇവിടെ ഓരോരോ ഹോസ്പിറ്റലിൽ കൊണ്ട് കാണിച്ച് അവസാനം എനിക്ക് നിവർത്തിയായിട്ട് ഞാൻ ഇവിടുത്തെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി. അവിടെ കൊണ്ടുപോയപ്പോൾ ഡോക്ടർ എന്നോട് ചോദിച്ചു, എന്താ പറ്റിയെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഡോക്ടർ ഞാൻ 7 വർഷം കൊണ്ട് ഇവന് വേണ്ടിയിട്ട് ഒരു വയറുവേദനയും പറഞ്ഞ് ഹോസ്പിറ്റലിൽ മൊത്തം ഞാൻ കയറി ഇറങ്ങുന്നു ഡോക്ടറെ, എനിക്കിതിന് എന്തെങ്കിലും ഒരു പരിഹാരം. ഞാൻ കരഞ്ഞു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു, അമ്മ വിഷമിക്കണ്ട, ഒരു കാര്യം ചെയ്യും, ഈ റിസൾട്ട് അമ്മയുടെ കയ്യിലിരുന്നോട്ടെ, ഞാൻ അവനൊരു സ്കാനിങ്ങിനും ബ്ലഡ് ടെസ്റ്റിനും തരാം,
അമ്മ ഇതൊന്ന് കൊണ്ടുപോയി കാണിച്ചിട്ട് റിസൾട്ടോട്ട് വന്ന് എന്നെ കാണിക്കണമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ അവിടെ പോയി ടെസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ അവർ പറഞ്ഞു ഈ ടെസ്റ്റ് ഒരെണ്ണം ആഹാരം കഴിക്കാതെ എടുക്കണം, അതുകൊണ്ട് ഇന്ന് എടുക്കാൻ പറ്റില്ല, നിങ്ങൾ നാളെ വരാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ എന്ത് ചെയ്തു, ബാക്കിയുള്ള ബ്ലഡ് ടെസ്റ്റൊക്കെ എടുത്ത് നോക്കിയപ്പോൾ അതിൽ ഒരു കുഴപ്പമില്ല, നോർമലായിട്ട് കണ്ടു. അങ്ങനെ ഈ രണ്ടാമത്തെ ടെസ്റ്റ് ഞാൻ പിറ്റേന്ന് പോവാമെന്ന് പറഞ്ഞ് എനിക്ക് വയ്യാത്തത് കാരണം ഞാൻ എന്ത് ചെയ്തു, ഇവനെ കൊണ്ടുപോയി നെയ്യാറ്റിൻകര ഹോസ്പിറ്റലിൽ കൊണ്ട് ഒന്ന് ടെസ്റ്റ് ചെയ്യാമെന്ന് വന്നാൽ പറഞ്ഞ് അവിടെ പോയി ടെസ്റ്റ് ചെയ്യാൻ പോയപ്പോൾ അവർ തന്നതെന്ന് വെച്ചാൽ മലം ടെസ്റ്റ് ചെയ്ത് നോക്കാനാണ് പറഞ്ഞത്. അപ്പോൾ അവർ പറഞ്ഞു അതിലെന്തെങ്കിലും ഇൻഫെക്ഷൻ ഉണ്ടെങ്കിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടായിരിക്കുമെന്ന് പറഞ്ഞിട്ട് ഇവൻ ടെസ്റ്റ് ചെയ്യാൻ കൊണ്ടുപോയി. ഞാൻ ഇവനെ രാവിലെ ഇവിടുന്ന് കൊണ്ടുപോവുകയാണ്. പക്ഷേ ഇവൻ അവിടെ പോയിട്ടൊന്നും ഇവന് മല എടുക്കാൻ പറ്റിയിട്ടില്ലായിരുന്നു. അപ്പോൾ ഇവൻ എന്നോട് പറഞ്ഞു, അമ്മേ അത് മാതാവ് ചിലപ്പോൾ സമ്മതിക്കാത്തതായിരിക്കും, അമ്മയെ വിശ്വസിക്കുന്ന മാതാവല്ലേ, അതുകൊണ്ട് മാതാവിന് ഇഷ്ടമല്ല ഞങ്ങളിത് ചെയ്യുന്നത്. അങ്ങനെ ഞാൻ ഉച്ചവരെ അവിടെ നിന്നിട്ട് ഒരു രക്ഷയില്ല. അങ്ങനെ ഞങ്ങൾ തിരിച്ച് വീട്ടിൽ പോയി. പിന്നീട് വരാമെന്ന് പറഞ്ഞ് പോയിട്ട് പക്ഷെ ഞങ്ങൾക്ക് വരാൻ പറ്റുന്നില്ല, ഓരോരോ തടസ്സങ്ങൾ വന്നു തുടങ്ങി. എന്നിട്ട് വയറുവേദന എടുത്തിട്ട് രാത്രി പോവില്ല, തോർത്തെടുത്ത് വയറിൽ കെട്ടി വെച്ചുകൊണ്ടിരുന്ന് കരഞ്ഞുകൊണ്ടിരിക്കുക, ഉറങ്ങാതെയൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഇവൻ എന്ന് കരയും, അമ്മ എനിക്ക് പറ്റണില്ല, അമ്മ സഹിക്കാൻ പറ്റുന്നില്ല, എന്ത് ചെയ്യണമെന്ന് അറിയില്ല. ഞാൻ പറഞ്ഞു മക്കളെ നീ വിഷമിക്കേണ്ട, അമ്മ മാതാവ് ഒരു വഴി നമുക്ക് കാണിച്ചു തരും എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ 5ാമത്തെ പുതുക്കൽ ഇവിടെ ജൂണിൽ വന്ന് പുതുക്കാൻ വന്നപ്പോൾ പ്രതീക്ഷിക്കാതെ എൻ്റെ മനസ്സിൽ പെട്ടെന്ന് ജോസഫ് അച്ഛനെ കണ്ട് ഇവനെ ഒന്ന് സൈത്ത് പൂശയിൽ ഒന്ന് എൻ്റെ മനസ്സിലിരുന്ന് ആരോ പറയുന്നത് പോലെ തോന്നി. അപ്പം ഞാൻ പറഞ്ഞു, എൻ്റെ സഹോദരൻ കൂടെ ഉണ്ടായിരുന്നു. അപ്പം ഞാൻ അവനോട് പറഞ്ഞു, അണ്ണാ നമുക്കൊരു കാര്യം ചെയ്യാമോ, ജോസഫ് അച്ഛനെ കൊണ്ട് ഒന്ന് ഇവനെ ഒന്ന് സൈത്ത് പൂശി പ്രാർത്ഥിച്ചാലോ എന്ന് ചോദിച്ചു. അപ്പോൾ അവിടെ പോയി ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു അതിൻ്റെ റിസൾട്ടൊക്കെ കയ്യിൽ ഫോട്ടോസ്റ്റേറ്റ് വേണം. അപ്പോൾ എൻ്റെ കയ്യിൽ ഒറിജിനലേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പം ഞാൻ പറഞ്ഞു ഫോട്ടോസ്റ്റേറ്റ് എടുക്കാൻ ഇനി ഒത്തിരി ദൂരം പോകണ്ടേ, അടുത്ത് വരുമ്പോൾ ആവട്ടെ എന്ന്. അപ്പോൾ അവിടെ പോയപ്പോൾ ആ ചേച്ചി പറഞ്ഞു ഇന്ന് പറ്റില്ല, 2 മണിക്ക് ശേഷം വന്നാൽ മതിയെന്ന്. അപ്പം ഞാൻ നോക്കിയപ്പോൾ എൻ്റെ മനസ്സിലിരുന്ന് ആരെ പറയണം, ഇയാൾ പോകണ്ട, അവിടെ തന്നെ നിൽക്കി എന്ന് പറഞ്ഞുകൊണ്ടിരിക്കണം. അപ്പം ഞാൻ വിചാരിക്കുന്നത് എനിക്കിങ്ങനെ തോന്നിക്കുന്നു, അപ്പം മാതാവായിരിക്കും എന്നെ കൊണ്ട് പറയിപ്പിക്കുന്നതെന്ന് വിചാരിച്ച് ഞാൻ അവിടെ തന്നെ നിന്നു. എന്നിട്ട് ആ ചേച്ചി എന്നോട് ഇയാൾ പോയില്ലേ? ഞാൻ പറഞ്ഞു ഇല്ല ചേച്ചി, അവന് സ്കൂളിൽ പോലും പോകാൻ പറ്റുന്നില്ല, അവൻ 2-3 ആഴ്ച കൊണ്ട് സ്കൂളിൽ പോകാതെ നിൽക്കുകയാണെന്ന് പറഞ്ഞപ്പം ആ ചേച്ചിക്ക് മനസ്സിലായി. അപ്പോൾ ആ ചേച്ചി അടുത്ത് നിന്ന് അങ്കിളിനോട് പറഞ്ഞു ഈ കുട്ടിക്ക് എന്തോ എമർജൻസി ആണെന്ന് തോന്നുന്നു, അങ്കിളിനോടൊന്ന് പറഞ്ഞു ഒന്ന് അച്ഛനെ കാണാൻ എഴുതി കൊടുക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ അവർ ചോദിച്ചു. ഞാൻ അവരുടെ അടുത്ത് ഇങ്ങനെ കാര്യം പറഞ്ഞു. അങ്ങനെ അച്ഛന് ടോക്കൺ തന്നു. ഇവിടെ വന്ന് ഞാൻ നോക്കിയപ്പോൾ അച്ഛൻ എല്ലാവരുടെയും തലയിൽ കൈവച്ച് കാശുരൂപം കയ്യിൽ കൊടുത്തിട്ട് തലയിൽ സൈത്ത് പൂശി പ്രാർത്ഥിക്കുന്നു. അപ്പം ഞാൻ പറഞ്ഞു ഈശോയെ, അവന് മാത്രം വയറുവേദനയാണല്ലോ ഞാൻ കൊണ്ടുവന്നത്, അച്ഛനാണെങ്കിൽ എല്ലാവരും തലയിലല്ലേ പ്രാർത്ഥിക്കുന്നത്, ഇവനെങ്ങനെ അച്ഛൻ വയറിൽ തടവി പ്രാർത്ഥിക്കുമോ എന്നൊക്കെയുള്ള ചിന്ത എൻ്റെ മനസ്സിലങ്ങ് വന്നു. എന്നിട്ട് ഞാൻ അവിടെ ഫ്രണ്ടിൽ നിന്ന് മുട്ടുകുത്തി ഞാൻ കണ്ണീരോടെ പ്രാർത്ഥിച്ചു, മാതാവേ ഒരു പ്രാവശ്യമെങ്കിലും അച്ഛൻ അവൻ്റെ വയറിലൊന്ന് സൈത്ത് പൂശി പ്രാർത്ഥിക്കണേന്ന് പറഞ്ഞ് ഞാൻ വിശ്വാസ പ്രമാണം പറഞ്ഞ് കരഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇരുന്നിട്ട് ഞാൻ ഇങ്ങനെ നോക്കിയപ്പം ജോസഫ് അച്ഛൻ അവൻ്റെ കയ്യിൽ അവൻ്റെ വയറിൽ തന്നെ സൈത്ത് പൂശുന്നു. ഞാൻ ഒരു പ്രാവശ്യം പൂശാൻ പറഞ്ഞെടുത്തു, പക്ഷേ അച്ഛൻ അത് 3-4 പ്രാവശ്യം അവൻ്റെ വയറിൽ സൈത്ത് പൂത്തുന്നത് കണ്ട് ഞാൻ ഒത്തിരി സന്തോഷിച്ചു. ഞാൻ പറഞ്ഞു മാതാവ് എന്തായാലും എൻ്റെ പ്രാർത്ഥന കേട്ടു. അപ്പം ഞാൻ ഇവനോട് മക്കൾ ഇനി നീ പേടിക്കണ്ട, നമുക്ക് ധൈര്യത്തോടെ വീട്ടിൽ പോവാം, ഇനി മുതൽ നീ ഒരു ദിവസം പോലും വയറുവേദന പറയില്ല, അമ്മ മാതാവ് നിന്നെ രക്ഷിച്ചു എന്ന് ഞാൻ ഇങ്ങനെ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ വീട്ടിൽ പോയി. പക്ഷേ അതിനുശേഷം ഇതുവരെ അവൻ വയറുവേദന എന്നോട് പറഞ്ഞിട്ടില്ല. അവൻ ഇഷ്ടപ്പെട്ട ആഹാരം ഇപ്പോൾ അവൻ നന്നായിട്ട് കഴിക്കുന്നുണ്ട്. ഇപ്പോൾ ഒരു കുഴപ്പമില്ല. അമ്മ മാതാവും ഈശോയ്ക്കും 1000 നന്ദി പറയുന്നു. പിന്നെ ഇവന് വിശ്വാസം കുറച്ച് കുറവായിരുന്നു, ബൈബിൾ വായിക്കാൻ മടി, പിന്നെ ജോമാലയ്ക്ക് വിളിക്കുമ്പോൾ വരില്ല, അങ്ങനെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. പക്ഷേ ഇവിടെ വന്ന് ജോസഫ് അച്ഛൻ ഇവന് പ്രാർത്ഥിച്ചതിന് ശേഷം ഇപ്പോൾ വന്ന് ജോമാല പറയാൻ ഞാൻ താമസിച്ചാലും അവൻ എന്താ ജോമാല പറയുന്നില്ലേ എന്ന് പറഞ്ഞ് അവൻ തന്നെ എന്നെ വന്ന് വിളിച്ചിരുത്തി ജോമാല പറയും. അതൊരു വലിയ അനുഗ്രഹമായിട്ട് ഞാൻ കരുതുന്നു. പിന്നെ പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറയുന്നത് ഇവിടെ നിന്ന് 3 കെട്ട് പത്രം ഞാൻ വാങ്ങിച്ച് റോഡിൽ പോകുന്നവർക്കും കടകളിലും വീട് തോറും ഞാൻ കൊണ്ടുകൊടുത്ത് എനിക്ക് കിട്ടിയ അനുഗ്രഹത്തെക്കുറിച്ച് ഞാൻ അവർക്ക് പറയുന്നുണ്ട്. അപ്പോൾ അവരിവിടെ എൻ്റെ വന്ന് 1-2 കുടുംബക്കാർ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തിട്ടുണ്ട്. അതുപോലെ അവർ ഒത്തിരി പേര് എന്നോട് പറഞ്ഞ് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പറഞ്ഞ് അങ്ങനെ ഒത്തിരി പേർക്ക് അനുഗ്രഹം കിട്ടിയിട്ടുണ്ട് ഇവിടുത്തെ തൈലവും ഉപ്പും ഉപയോഗിച്ചത് കാരണം. പിന്നെ കാരുണ്യ പ്രവൃത്തികളെന്ന് പറയുന്നത് ഞങ്ങളെ പള്ളിയിൽ നിന്ന് മാനസിക രോഗികൾക്ക് മാസത്തിൽ 1 തവണ ഊണ് കൊണ്ടു കൊടുക്കണം. അപ്പോൾ അവിടെ വരുമ്പോൾ എന്നെക്കൊണ്ട് കഴിയുന്ന രീതിയിൽ ഞാൻ അവർക്ക് എല്ലാ മാസവും കൊടുക്കാറുണ്ട്.
ഇവിടെ വരുന്ന 3-ാമത്തെ ശനിയാഴ്ച, അതായത് 3 മാസത്തിലൊരിക്കലാണ് ഞാൻ ഇവിടെ വരുന്നത്. ആ ദിവസം മാത്രം എനിക്ക് കൊടുക്കാൻ പറ്റില്ല, അല്ലാതെ ഞാൻ എല്ലാ ദിവസവും കൊടുക്കും. പിന്നെ റോഡരികിൽ കൂടെ ഞാൻ പോകുമ്പോൾ മക്കളെ ഒരു ഗ്ലാസ് ചായ കുടിക്കാൻ കാശുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ എൻ്റെ കയ്യിലുള്ളതിൽ പങ്ക് ഞാൻ അവർക്കെടുത്ത് കൊടുക്കാറുണ്ട്. അതുപോലെ എൻ്റെ വീട്ടിൽ ഒത്തിരി പേര് വരാറുണ്ട്, അവർക്കും എൻ്റെ കയ്യിൽ ഉള്ളത് അത് ഞാൻ കൊടുക്കാറുണ്ട്. പിന്നെ എനിക്ക് കിട്ടുന്ന മാറ്റങ്ങളെന്ന് പറയുന്നത്, ബൈബിൾ വായിക്കാൻ ഭയങ്കര മടിയായിരുന്നു. ഞാൻ അത്യാവശ്യത്തിന് എടുത്തിട്ട് പെട്ടെന്ന് ആർക്കോ വേണ്ടി ചെയ്യും പോലെ ജസ്റ്റ് ഒന്ന് വായിക്കുക, കിടന്നുറങ്ങുക, ജപമാല പറയാനൊക്കെ ഭയങ്കര മടിയായിരുന്നു ആദ്യം. പക്ഷേ ഇപ്പോൾ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തതിന് ശേഷം ഞാൻ എല്ലാ ദിവസവും ജപമാല പറയുകയും അരമണിക്കൂർ ബൈബിൾ വായിക്കുകയും, ഇപ്പോൾ ഞാൻ 1 മാസമായിട്ട് പുതിയ നിയമം ബൈബിൾ എഴുതി തുടങ്ങി. 1 മാസമായിട്ടേ ഉള്ളൂ. അതുപോലെ അച്ഛൻ യൂട്യൂബിൽ പറയുന്ന ചൊവ്വാഴ്ചത്തെ ധ്യാനത്തിലുള്ളയും ഡെയിലി ബ്രെഡ് പ്രാർത്ഥനയിലുള്ള വചനങ്ങൾ ഞാൻ ഒരു ബുക്കിൽ എഴുതി വെച്ച് പ്രാർത്ഥിക്കാറുമുണ്ട്. അതെനിക്ക് കിട്ടിയ ഒരു വലിയ അനുഗ്രഹമായിട്ട് ഞാൻ കരുതുന്നു. അതുപോലെ എനിക്ക് മാതാവ് മെഴുകുതിരിൽ ഒത്തിരി തവണ വന്നിട്ടുണ്ട്. ഞാൻ എന്തെങ്കിലും ഒരാവശ്യം മാതാവിനോട് ചോദിച്ചാൽ ഞാൻ എൻ്റെ അമ്മയോട് സംസാരിക്കുന്നത് പോലെയാണ് ഞാൻ മാതാവിനോട് സംസാരിക്കുന്നത്. മാതാവേ, എനിക്ക് എന്തെങ്കിലും ഒരു അടയാളം കാണിച്ചു തരണമെന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചാൽ ആ നിമിഷം തന്നെ അമ്മ മാതാവ് അതിൽ വന്ന് എന്തെങ്കിലും ഒരു അടയാളം എനിക്ക് കാണിച്ചു തരാറുണ്ട്. ഞാനിപ്പോൾ ഇവിടെ വന്ന് ഈ സാക്ഷ്യം പറയണമെന്ന് പോലും ഞാൻ അമ്മയോട് ചോദിച്ച് സമ്മതം വാദിച്ചിട്ടാണ് ഞാൻ വന്നത്. കാരണം എനിക്കെന്തോ ഒരു ഭയം ഉള്ളിലുണ്ടായിരുന്നു. അപ്പം ഞാൻ മാതാവിനോട് ചോദിച്ചു, മാതാവ്, ഞങ്ങൾ ഈ സാക്ഷി ഇവിടെ വന്ന് പറയണമെങ്കിൽ അമ്മ എനിക്ക് മെഴുതിരിയിൽ എസ് എന്നും വരണ്ട എങ്കിൽ നോ എന്നും കാണിക്കണമെന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചു. പക്ഷേ ഇപ്പോൾ എനിക്ക് വൈകിട്ടും രാത്രി മെഴുതിരിയെത്തിക്കുമ്പോൾ അമ്മ മാതാവ് അതിൽ എസ് എന്നുള്ള അക്ഷരമാണ് എനിക്ക് കാണിച്ചു തരുന്നത്. അതുപോലെ 5-ാമത്തെ പുതുക്കലിൽ ഞാൻ ഇവിടെ വന്നിരുന്നപ്പോൾ എൻ്റെ ഫ്രണ്ട് ഇരുന്നൊരു കൊച്ചിൻ്റെ മൊബൈലിൽ റോസാപ്പൂവിൻ്റെ ഇത് മാതാവിൻ്റെ മെഴുതിരിയിൽ റോസാപ്പൂ വിരിഞ്ഞ് നിൽക്കുന്നത് കണ്ടു. അപ്പോൾ എനിക്കത് ഒത്തിരി ഇഷ്ടപ്പെട്ടു. ഞാൻ പറഞ്ഞു, അയ്യോ, എന്താ മാതാവ് എനിക്ക് മാത്രം ഇങ്ങനെ കാണാനൊന്നും പറ്റാത്തത്? അത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര വിഷമം പോലെ തോന്നി. അമ്മ മാതാവ് ഇങ്ങനെ ഇത്രയും എൻ്റെ കൂടെ ഉള്ളപ്പോഴേ എന്നിട്ട് എന്തുകൊണ്ട് എനിക്ക് മാത്രം ഇങ്ങനെ സംഭവിക്കാത്തതെന്ന് ചോദിച്ചു. എന്നിട്ട് ഇത് കഴിഞ്ഞ് ഞാൻ വീട്ടിൽ പോയി ഒരു കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ എൻ്റെ അമ്മ മാതാവ് ആ മെഴുതിരി പോലെ വന്ന് എൻ്റെ മെഴുതിരിയിൽ റോസാപ്പൂ, നല്ല ചുവന്ന റോസാപ്പൂ ആയിരുന്നു, അങ്ങനെ വന്ന്. എന്നിട്ട് ഇവിടെ ഉടമ്പടി പുതുക്കാൻ പറഞ്ഞ് ഞാൻ ഇപ്പോൾ വന്നപ്പോൾ ഞാൻ മാതാവിനോട് പറഞ്ഞു, മാതാവേ, അന്ന് കണ്ടിട്ട് ഒരുപാട് ദിവസമായി, അതുപോലെ ഒരിക്കൽ കൂടെ ആ റോസാപ്പൂ വിരിഞ്ഞ് വന്നിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു എന്ന് ഞാൻ പ്രാർത്ഥിച്ചു. ഇവിടെ പറഞ്ഞതിൻ്റെ തലേദിവസം, അതായത് ഈ പറഞ്ഞത് 7 ആഴ്ച ഞാൻ രാത്രി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ അമ്മ മാതാവ് മെഴുതിരി രൂപത്തിൽ അവിടെ അങ്ങനെ പൂവായി 2-3 സ്റ്റെപ്പ്, അതായത് 5:30 ഞാൻ കത്തിച്ച മെഴുതിരി 7 മണി വരെയും അത് പൂവായിട്ട് ഇങ്ങനെ നിന്നു. അതുകൊണ്ട് എനിക്ക് അണയ്ക്കാൻ തോന്നിയില്ല, കാരണം അത് കാണുമ്പോൾ നല്ലൊരു ഭംഗിയുണ്ട് അത് കണ്ടുകൊണ്ടിരിക്കുക. അങ്ങനെ ഞാൻ 7 മണി വരെ അത് വെച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ എപ്പോൾ വിളിച്ചാലും എൻ്റെ അമ്മ മാതാവ് എൻ്റെ കൂടെ തന്നെ കാണും. എൻ്റെ മക്കൾക്ക് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് വന്നാൽ അവർ പറയും, അമ്മ തൈലവും ഉപ്പും എടുത്തുകൊണ്ട് വാ, നമുക്ക് ഹോസ്പിറ്റലിലൊന്നും പോകണ്ട എന്നാണ് അവരിപ്പോൾ പറയുന്നത്. അങ്ങനെ ഇത്ര അനുഗ്രഹങ്ങൾ തന്ന അമ്മയ്ക്കും ഈശോയ്ക്കും 1000 നന്ദി പറയുന്നു. അമ്മ മാതാവിനും ഈശോയ്ക്കും നന്ദി. മിനി ഷാജി എൻ്റെ പേര്. ഞാൻ എറണാകുളം അങ്കമാലി അതിരൂപത മാണിക്യമംഗലം ഇടയിൽ നിന്ന് വരുന്നു. എനിക്ക് 4 മക്കളാണ്. ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്തത് ആദ്യമായിട്ട് 2019 അന്ന് എൻ്റെ വലിയൊരു ആഗ്രഹമായിരുന്നു എൻ്റെ 4 മക്കളെയും ഭർത്താവിനെയും ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് മാതാവിനോട് ചേർത്ത് നിർത്തണമെന്നായിരുന്നു എൻ്റെ വലിയൊരു ആഗ്രഹം. അങ്ങനെ ഞാൻ അവരെ എല്ലാവരെയും ഉടമ്പടിയിലാക്കി. അതിനുശേഷം ഇപ്പോൾ 3-ാമത്തെ കുട്ടികൾ എൻ്റെ ഇരട്ട കുട്ടികളാണ്. അവർക്ക് വേണ്ടിയാണ് ഞാൻ അവരെ ഡിഗ്രി കഴിഞ്ഞ് പിറ്റേ ദിവസം തന്നെ അവരെ ഞാനിവിടെ ഉടമ്പടി എടുക്കാനായിട്ട് ഇവിടെ കൊണ്ടുവന്നു. പിന്നെ അവരുടെയുള്ള ജീവിതാനുഭവങ്ങൾ അവർ പറയുന്നതായിരിക്കും. എൻ്റെ പേര് സെനോനു ഷാജി. ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി എടുക്കാൻ വന്നത് 2024 മാർച്ച് 22 ഞങ്ങൾ വിദേശത്ത് പോയി പഠിക്കണമെന്ന് ആഗ്രഹിച്ച് ഇരുന്ന 2 വ്യക്തികളായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അമ്മ പറഞ്ഞു, നമ്മൾക്ക് ആരുമില്ല, നമുക്ക് മാതാവ് മാത്രമേ ഉള്ളൂ, നമുക്ക് ഉടമ്പടി എടുത്തിട്ട് ആവാം എല്ലാ കാര്യങ്ങളെന്ന് പറഞ്ഞ് ഞങ്ങളുടെ 6th സെമസ്റ്റർ, ഞങ്ങൾ ഫൈനൽ സെമസ്റ്റർ എക്സാം കഴിഞ്ഞ 2 ദിവസം കഴിഞ്ഞ അടുത്ത ദിവസം തന്നെ ഞങ്ങൾ വന്ന് ഇവിടെ ഉടമ്പടി എടുത്തു. നിബന്ധനകളൊക്കെ ഞങ്ങൾ പാലിച്ച് പോന്നു. അപ്പോൾ ഇവിടെ വികാരി ജോസഫ് അച്ഛൻ പറഞ്ഞിരുന്നു, നിങ്ങൾ തട്ടുമുട്ടും കിട്ടുമ്പോൾ അല്ല ഓടി വരണ്ടേ, ആദ്യമേ തൊട്ട് നിങ്ങൾ ഉടമ്പടിയിലായിരിക്കണം. അപ്പോൾ ഞങ്ങൾ ഈ വിദേശ പഠനത്തിന് തുടക്കത്തിൽ തന്നെ ഞങ്ങളിവിടെ വന്ന് ഉടമ്പടി എടുത്തു. അതിനുശേഷമാണ് ഞങ്ങൾ IELTS ഒക്കെ എഴുതുന്നത്. ഞങ്ങൾക്കൊരു ഡിസൈഡ് സ്കോറും കിട്ടി. ഒരു വീട്ടിൽ നിന്ന് 2 മക്കൾ ഒരുമിച്ച് വിദേശത്ത് പോകുമ്പോൾ നല്ല സാമ്പത്തികമായിട്ട് ഒരുപാട് ആവശ്യമുള്ള ഒരു കാര്യമാണ്. അപ്പോൾ ഞങ്ങളുടെ സ്ഥലങ്ങളൊക്കെ വിൽക്കാൻ ഉണ്ടായിരുന്നു, അതൊന്നും വിൽക്കാനായിട്ട് പറ്റണ്ടായില്ല. അപ്പം ഞാനും എൻ്റെ ഫാമിലിയും പോയിട്ട് ആ ഭൂമിയിൽ പോയി ഇവിടുന്ന് വെഞ്ചരിച്ച
തൈലവും ഉപ്പും പോയി അവിടെ ഇട്ട് അതിനുശേഷം ഒന്നൊന്നായിട്ട് വേഗം തന്നെ ഞങ്ങളുടെ സ്ഥലങ്ങളൊക്കെ വിറ്റുപോയി. നല്ലൊരു റീസണബിൾ എമൗണ്ടിൽ നിന്ന് തന്നെ അത് വിറ്റ് പോകാനും ഞങ്ങൾക്ക് അതിൽ നിന്ന് കിട്ടിയ കാശ് വെച്ച് ഞങ്ങളുടെ പ്രോസസ്സൊക്കെ സ്റ്റാർട്ട് ചെയ്യാനും ഞങ്ങൾക്ക് പറ്റി. അത് കഴിഞ്ഞിട്ട് സെപ്റ്റംബറിലാണ് ഞങ്ങൾ സ്കോട്ട്ലാൻഡിലേക്ക്, ഞങ്ങൾ നാട്ടിലിവിടെ BSW കഴിഞ്ഞു, MSW ചെയ്യാനായിട്ട് സ്കോട്ട്ലാൻഡിലേക്ക് പോകാനായിട്ട് തീരുമാനിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ആദ്യത്തെ ഇതെന്ന് വെച്ചാൽ ഓഫർ ലെറ്റർ വരണം. അപ്പോൾ ഞങ്ങൾക്ക് ഓഫർ ലെറ്ററിന് ആപ്ലിക്കേഷൻ വെച്ചതിന് ശേഷം ഞങ്ങൾ യൂണിവേഴ്സിറ്റി പറഞ്ഞു ഞങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ഒരു വർക്ക് എക്സ്പീരിയൻസ് ഇല്ല. അപ്പോൾ ശരിക്കും ഞങ്ങൾ കഴിഞ്ഞ വർഷമായിട്ട് തന്നെ ഞങ്ങൾ വീടിൻ്റെ അടുത്തൊരു സ്പെഷ്യൽ സ്കൂളുണ്ട്, ഹിയറിംഗ് ഇമ്പയർമെൻറ്റുള്ള പിള്ളേരുടെ ഒരു സ്കൂളാണ്. അവിടെ ഞങ്ങൾ സോഷ്യൽ വർക്ക് ട്രെയിനീസായിട്ട് വർക്ക് ചെയ്യേണ്ടായിരുന്നു. പക്ഷേ സർട്ടിഫിക്കറ്റിൽ ഇൻറ്റേൺഷിപ്പ് എന്ന് പറഞ്ഞിട്ടൊരു മിസ്റ്റേക്കിലാണ് ഞങ്ങൾ ആ സർട്ടിഫിക്കറ്റ് സബ്മിറ്റ് ചെയ്തത്. അപ്പോൾ ഞങ്ങളിങ്ങനെ മെയിൽ അയച്ച് പറഞ്ഞു ഇങ്ങനെ ഒരു ക്ലറിക്കൽ മിസ്റ്റേക്കാണ്, ഞങ്ങൾ ശരിക്കും അവിടെ ട്രെയിനീസ് ആയിട്ടാണ് വർക്ക് ചെയ്തത്. അങ്ങനെ പറഞ്ഞ് അടുത്ത ദിവസം തന്നെ ഞങ്ങൾക്ക് ഓഫർ ലെറ്റർ വരാണ്. UK പോയവർക്ക് അറിയാം, CAS എന്ന് പറഞ്ഞിട്ടൊരു ഇത് പാസ്സായാലാണ്, ലെറ്റർ വന്നാലാണ് നമുക്ക് വിസയ്ക്ക് വയ്ക്കാൻ പറ്റുള്ളൂ. അപ്പോൾ CASൻ്റെ CAS ഇൻ്റർവ്യൂ എന്ന് പറഞ്ഞിട്ടൊരു സംഭവമുണ്ട്. അത് പ്രിപ്പയർ ചെയ്യാനും അത് ടെസ്റ്റ് പാസ്സാവാനായിട്ട് ആദ്യത്തെ അറ്റംപ്റ്റിൽ തന്നെ പാസ്സാവണമെന്നൊന്നുമില്ല. അപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര പേടിയായിരുന്നു, കാരണം ഞങ്ങൾക്ക് സമയം അധികമില്ല. സെപ്റ്റംബർ 15 ഞങ്ങൾക്ക് ക്ലാസ് തുടങ്ങും. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ ഞങ്ങൾക്ക് ഒരു അത്ഭുതം എന്നെ പോലെ ഞങ്ങളുടെ യൂണിവേഴ്സിറ്റി ഞങ്ങൾക്കൊരു മെയിൽ അയക്കുകയാണ്, നിങ്ങൾക്ക് ഈ CAS ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യേണ്ട, നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കായിട്ട് CAS വരുമെന്ന്. അത് കേട്ടപ്പോൾ ഞങ്ങൾ ഭയങ്കരമായിട്ട് അത്ഭുതപ്പെട്ടു പോയി. ഞങ്ങൾ ഒരുപാട് നന്ദി പറഞ്ഞു, കാരണം ഞങ്ങൾക്ക് സമയമില്ല, ഇതിന് പെട്ടെന്ന് തന്നെ പോയേ വേണം. അങ്ങനെ ഞങ്ങൾ CAS ലെറ്റർ വന്നു. അതിന് കഴിഞ്ഞിട്ട് സാമ്പത്തികമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും പെട്ടെന്ന് എല്ലാ കാര്യങ്ങളും നടന്നു. അങ്ങനെ ഞങ്ങൾ ഈ സെപ്റ്റംബർ 16 വിസയ്ക്ക് വെച്ചു. സെപ്റ്റംബർ 18 19 ആയിട്ട് ഞങ്ങൾക്ക് രണ്ടുപേർക്കും വിസ വന്നു. ഞങ്ങൾ ഈ പ്രോസസ്സിൻ്റെ ഓരോ ഓഫീസിലും കയറി ഇറങ്ങുകയും ഞങ്ങളിവിടുന്ന് വെഞ്ചരിച്ച് കിട്ടിയ തൈലവും ഉപ്പും ആ ഓഫീസിൽ പോയിടുകയും ആ ഓഫീസേഴ്സ് ഇരിക്കണ അവരുടെ ക്യാബിൻ്റെ അവിടെ ഡോറിൻ്റെ അവിടെ പോയിട്ട് തൈലം പൂശുകയും ചെയ്തു. അങ്ങനെ വിശ്വാസത്തോടെയാണ് ഞങ്ങൾ ഓരോ ടാസ്കും അല്ലെങ്കിൽ ഓരോ ഉദ്യമങ്ങളും ചെയ്തത്. ഞങ്ങളുടെ കാരുണ്യ പ്രവൃത്തികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളുടെ വീടിൻ്റെ അടുത്തൊരു ഓൾഡ് ഏജ് ഹോം ഉണ്ട്. അവിടെ കുറേ അമ്മച്ചിമാരാണ്. അവരെ കുളിപ്പിക്കാനും അവർക്ക് എന്തെങ്കിലും ഒരു ഭക്ഷണമൊക്കെ അമ്മ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ അമ്മേനെ സഹായിക്കാനും അവരോട് കുറച്ച് നേരം സംസാരിക്കാനും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനൊക്കെ ഞങ്ങൾ പോവായിരുന്നു. അങ്ങനെ ഒരു ദിവസം അമ്മ പോയി കഴിഞ്ഞപ്പോൾ അവിടെ ഒരു അമ്മച്ചി ഭയങ്കരമായിട്ട് മോശനിൽ മുങ്ങിക്കിടക്കായിരുന്നു. അന്ന് അമ്മയ്ക്ക് എന്നുമില്ലാത്തൊരു സങ്കടം അന്ന് വന്നു. അന്ന് അമ്മ വീട്ടിലേക്ക് പോകുന്ന സമയത്ത് ഞങ്ങളോട് പറഞ്ഞു, ഇന്ന് ഈശോ നമ്മുടെ വീട്ടിലേക്ക് എന്തായാലും വരും, കാരണം ഞാൻ അത്രയും വിഷമിച്ചു എന്ന്. അമ്മ ഉറങ്ങണ നേരത്ത് അമ്മ ഒരു സ്വപ്നം കാണാണ്, ഈശോ അമ്മ അന്ന് കുളിപ്പിച്ച അമ്മച്ചിയുടെ അടുത്ത് അമ്മച്ചീനെ കെട്ടിപ്പിടിച്ച് നിന്നുകൊണ്ട് അമ്മയെ നോക്കി ചിരിക്കുക. അപ്പോൾ ഞങ്ങൾക്ക് അതൊരു ഭയങ്കര ഒരു ആശ്വാസമായിരുന്നു. ഞങ്ങളുടെ കാര്യങ്ങളൊക്കെ ഞങ്ങളുടെ കൂടെ ഈശോ വരുമെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. പിന്നെ ഞങ്ങൾ പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഇവിടെ കിട്ടുന്ന പത്രങ്ങളൊക്കെ പ്രാർത്ഥിച്ച് മാതാൻ തൈലൊക്കെ പുരട്ടി ഉപ്പൊക്കെ ഇട്ട് പ്രാർത്ഥിച്ചാണ് ബസ് സ്റ്റാൻഡുകളിലും ഓട്ടോ സ്റ്റാൻഡുകളിലും റെയിൽവേ സ്റ്റേഷനിലൊക്കെ കൊണ്ടുപോയി കൊടുത്തുകൊണ്ടിരുന്നത്. ഞങ്ങൾക്ക് പറ്റുന്ന രീതിക്ക് ഞങ്ങൾ മാതാവിനെ കുറിച്ച് പറയാനും ഞങ്ങൾക്ക് കിട്ടിയ അനുഗ്രഹങ്ങൾ പറയാൻ ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. പിന്നെ ഹോസ്പിറ്റലുകളിൽ പോയി ഞങ്ങൾക്ക് പറ്റുന്ന രീതിക്ക് അവരെ സാമ്പത്തികമായി സഹായിച്ചിട്ടുണ്ട്. ഞങ്ങൾക്ക് ഈ ഉടമ്പടി ജീവിതത്തിൽ മനസ്സിലായ ഒരു കാര്യം, നമ്മൾ ഈശോനെ കൂട്ടിപ്പിടിച്ച് കഴിഞ്ഞാൽ ഈശോ നമ്മുടെ കൂടെ എന്തായാലും ഇറങ്ങി വരും. അതുപോലെ തന്നെ ഈ ഉടമ്പടി ജീവിതം വഴി ഞങ്ങൾക്ക് മനസ്സിലായ ഒരു കാര്യമാണ്, നമ്മൾ മാതാവിനെ എത്ര സഹനങ്ങൾ ഉണ്ടായാലും നമ്മൾ മാതാവിനെ കൂട്ടിപ്പിടിച്ച് കഴിഞ്ഞാൽ മാതാവ് നമ്മുടെ എന്ത് കാര്യങ്ങളും നമുക്ക് വേണ്ടത് അനുസരിച്ച് മാതാവ് നമുക്ക് നൽകും എന്നാണ്. എല്ലാ അനുഗ്രഹങ്ങളും തന്ന മാതാവിന്